ഇന്നേ ദിവസം ഈശോയിലൂടെയുള്ള വലിയ സൗഖ്യങ്ങൾക്കായിട്ട് നമ്മൾ ഒരു നിമിഷം നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. കർത്താവായ യേശുവിലൂടെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും സൗഖ്യങ്ങൾ കർത്താവ് വിശ്വസിക്കുന്നവരിലേക്ക് ആ സൗഖ്യത്തിൻ്റെ അനുഭവങ്ങൾ, സൗഖ്യങ്ങൾ നൽകി ദൈവം അനുഗ്രഹിക്കും. ഇന്ന് നമുക്ക് നമ്മുടെ എല്ലാ വിഷമങ്ങളെയും വേദനകളെയും നമ്മളെ ഈ നാളുകളിൽ അലട്ടുന്ന നിരവധിയായ പ്രശ്നങ്ങളെയെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കും. ഒരുപക്ഷെ ശരീരത്തിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾ, ശരീരത്തിൽ കടന്നു പോകുന്ന അസ്വസ്ഥതകൾ, ശരീരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് ശ്വാസമെടുക്കുന്നതിൻ്റെ ആകാം, ശരീരത്തിൽ ഇപ്പോൾ ഗ്യാസ് ട്രബിളിൻ്റെ ആകാം, വയറിനുള്ള അസ്വസ്ഥതയാകാം, കൈകാലുകൾക്കുള്ള വേദനകളാകാം. നമ്മൾ ചിലപ്പോൾ അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കാറില്ല. കൈയുടെ ഇപ്പോൾ ഒരു വിരലിനുള്ള വേദനയാണെങ്കിൽ പോലും അത് ചെറിയതാണെന്ന് തോന്നിയാൽ അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ തീവ്രത അറിയാൻ പറ്റും, അല്ലേ? ഒരു പുറം വേദന മാറുക അത്ര വലിയ കാര്യമുള്ള കാര്യമല്ലെന്ന് പറഞ്ഞാലും, പക്ഷെ ആ പുറം വേദന ഉള്ള ആൾക്കറിയാം പുറം വേദനയുടെ കാഠിന്യം എത്രമാത്രമാണ്. ഇപ്പം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് എനിക്ക് അതിശക്തമായ വയറുവേദന ഉണ്ടായി, ഇടയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം ഞാൻ ഈ വയറുവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആൾക്കാർ വിളിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, വയറുവേദന അത് ചെറിയൊരു കാര്യമില്ല. പക്ഷേ വയറുവേദന വരുമ്പോഴാണ് വയറുവേദനയുടെ ആ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഗ്യാസ് ട്രബിളിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും. അതുപോലെ തന്നെ വലിയ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരും, ഏതെങ്കിലും ഡയഗ്നോസിസ് അല്ലെങ്കിൽ ബയോപ്സി ഒക്കെ കഴിഞ്ഞതൊക്കെ അതിനൊക്കെ റിപ്പോർട്ട് കാത്തിരിക്കുന്നവർ, ഇന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളെ മുഴുവനും ഒരു വചനത്തിന് കീഴിലേക്ക്, യേശുവിൻ്റെ ക്രൂശിലെ പരിഹാര ബലിയിലേക്ക്, അവൻ്റെ പീഡാസഹനങ്ങളിലേക്ക് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തൽക്ഷണം യേശുക്രിസ്തുവിൽ നിന്നുള്ള ആ സൗഖ്യത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അപ്പം കർത്താവ് ഏറ്റെടുത്ത ആ മുറിവിലേക്ക് ഇന്ന് നിന്നെ അലട്ടുന്ന ആ ശരീരത്തിൻ്റെ അസ്വസ്ഥതയെ, മനസ്സിൻ്റെ അസ്വസ്ഥതയെ, ജീവിതത്തിൻ്റെ ആ ബുദ്ധിമുട്ടിനെ നമുക്കിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മുറിവിലേക്ക് രഞ്ജു വിജയൻ, പ്ലീസ് പ്രേ ഫോർ മൈ സ്പെഷ്യൽ ഇൻറ്റൻഷൻ. അപ്പോൾ ഇവിടെ പ്രാർത്ഥനാവശ്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. നമ്മളെല്ലാവരും ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, നമ്മുടെ ഈ ഒരു പ്രത്യേക പ്രാർത്ഥനാ വിഷയത്തെ യേശുവിൻ്റെ മുറിവിലേക്ക് സമർപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരീരത്തിനൊരു അസ്വസ്ഥതയുണ്ട്, അപ്പം ഗ്യാസ് ട്രബിൾ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ ഒരു അസ്വസ്ഥത കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെ യേശുവിൻ്റെ മുറിവിലേക്ക് സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് അസ്വസ്ഥതയാകട്ടെ, ആ അസ്വസ്ഥതയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രോഗാവസ്ഥകളിലേക്കും, അല്ലെങ്കിൽ അത് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനമാണെങ്കിൽ ആ അരൂപികളെ യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിലേക്ക് ഞങ്ങൾ ചേർത്ത് വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ. കൊളോസോസ് 2:14-15 വചനത്തിൻ്റെ ശക്തി ഈ നിമിഷം നമ്മുടെ നടുവിൽ വെളിപ്പെടുന്നു. കൊളോസോസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. പറഞ്ഞേ, എനിക്കെതിരെ നിന്ന സാത്താൻ വാദിക്കാൻ ഉപയോഗിച്ച എല്ലാ ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെയും എൻ്റെ യേശു എനിക്ക് വേണ്ടി കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. ഇത് ഞാൻ വിശ്വസിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ പിതാവായ ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. അപ്പം നമ്മുടെ വിശ്വാസം എന്താ? എനിക്കെതിരെ സാത്താൻ ഉയർത്തുന്ന എല്ലാ വാദഗതികളെയും എനിക്ക് വേണ്ടി എൻ്റെ യേശു ക്രൂശിൽ അതിനെ തറച്ച് ആ സഹനം ഏറ്റെടുത്ത്, നീതിമാനായ യേശുവിൻ്റെ നിഷ്കളങ്കനായ പാപരഹിതനായ യേശു എൻ്റെ പാപത്തെ, എൻ്റെ ശാപങ്ങളെ എനിക്ക് വേണ്ടി ആ ശിക്ഷ ഏറ്റെടുത്ത് കുരിശിൽ തറച്ചവൻ നിഷ്കാസനം ചെയ്തു. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുക. അപ്പം അതുപയോഗിച്ചാണ് സാത്താൻ ഓരോ കാര്യങ്ങളും, ഓരോ മനുഷ്യനെയും അവൻ്റെ ജീവിതത്തെയും ക്ലെയിം ചെയ്ത് ആ ക്ലെയിമുകളെ മുഴുവനും കുരിശിൽ തറച്ച് അവൻ മായ്ച്ചു കളഞ്ഞു, നിഷ്കാസനം ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും, അതായത് മനുഷ്യന്റെ മേൽ ഡൊമീനിയൻ ഇട്ടിരുന്ന അരൂപികളെ, ആധിപത്യങ്ങളെ, ആത്മാക്കളുടെ മേൽ അവകാശം പറയുന്ന അരൂപികളെ, ആധിപത്യങ്ങളെ യേശു ക്രൂശിൽ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചു. അപ്പൊ കുരിശിൽ യേശു നിഷ്കളങ്കനായ യേശു, പാപരഹിതനായ യേശു, ഒരു പാപം പോലും ചെയ്യാത്ത യേശു, നമ്മുടെ കർത്താവ് ഈശോ നമുക്ക് വേണ്ടി ബലിയായിത്തീരുന്ന നിമിഷം അവിടെ വലിയൊരു വിജയം നടക്കുകയാണ്. എന്ത് വിജയമാണ്? മനുഷ്യനെ ആധിപത്യം പുലർത്തിയ,
മനുഷ്യന്റെ മേൽ അധികാരം പുലർത്തിയ അന്ധകാര ശക്തികളുടെ മേൽ, രോഗശക്തികളുടെ മേൽ, ലോക ശക്തികളുടെ മേൽ, എല്ലാ ദുർഭൂത ശക്തികളുടെ മേൽ, എല്ലാ അന്ധകാര അരൂപികളുടെ മേൽ യേശു അവയുടെ മേൽ വിജയമാഘോഷിച്ചു. വിജയമാഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് പരാജയപ്പെട്ടു. ആ ആധിപത്യങ്ങൾ കുരിശിലെ പരിഹാര ബലി, നിഷ്കളങ്കനായ യേശുവിന്റെ, പാപരഹിതനായ യേശു നിനക്കും എനിക്കും വേണ്ടി ആ ശിക്ഷ ഏറ്റെടുക്കുന്ന നിമിഷം അവിടെ അന്ധകാര മനുഷ്യവർഗത്തിന്റെ മേൽ അന്ധകാര ആധിപത്യങ്ങളിട്ട ആ ഒരു ആധിപത്യങ്ങൾ തകർന്നടിഞ്ഞ് കുരിശിൽ യേശു അവയുടെ മേൽ വിജയം ആഘോഷിച്ചു. അപ്പൊ ആർക്കാണ് ആ വിജയത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നത്? എനിക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ ഈ പരിഹാര ബലിയിലൂടെ ഈ ആധിപത്യങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിച്ചതെന്ന് ആര് വിശ്വസിക്കുന്നു, ആ വിശ്വസിക്കുന്ന വ്യക്തിക്ക് കുരിശിൽ യേശു നേടിയ വിജയത്തിന്റെ, അഭിഷേകത്തിന്റെ ആ ഒരു അനുഗ്രഹത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയാണ്. അപ്പൊ ഇന്ന് പ്രാർത്ഥിച്ച യേശുവെ ഞാൻ വിശ്വസിക്കുന്നു, എന്നെ അലട്ടുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന അല്ലെങ്കിൽ എന്നെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ അരൂപികളെയും ക്രൂശിൽ അവിടുന്ന് തകർത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹോരേബില് ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മോശയ്ക്ക് ആ മുൾപ്പടർപ്പിൽ, കത്തുന്ന മുൾപ്പടർപ്പായി മോശയ്ക്ക് ആ ഒരു വിസിറ്റേഷൻ ദൈവത്തിൽ നിന്നുണ്ടായ സ്ഥലത്ത് നിന്ന് ഞാൻ അവിടുന്ന് കുറെ കല്ലുകൾ കിട്ടിയായിരുന്നു, ശേഖരിച്ചായിരുന്നു. ആ കല്ലുകൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ എല്ലാവരെയും പരിചയപ്പെടുത്തിയതാണ്. ഇന്നിട്ട ഒരു വീഡിയോയ്ക്കകത്ത് ഇന്നും നമുക്ക് ആ മുൾപ്പടർപ്പിന്റെ, ദൈവം അവിടെ ആ ഒരു കത്തുന്ന മുൾപ്പടർപ്പ്, ആ ഒരു അവിടെയുള്ള കല്ലുകളിൽ പോലും അതിൻ്റെ ആ ഒരു മാർക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ഒരു വിസിറ്റേഷൻ ഉണ്ടാകുന്ന സമയത്ത് ദൈവം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ പവർ നമ്മൾ ചിന്തിക്കുന്നതിലും വലുതാണ്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ അസാധാരണമായ ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. രോഗസൗഖ്യങ്ങൾ എന്നുള്ളത് കർത്താവ് അത് ഇന്ന് രോഗത്തിന്റെ അടിമത്തത്തിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. എന്നാൽ ആ അടിമത്തത്തിന്റെ അരൂപിയിൽ നിന്ന്, ആ ഭയത്തിന്റെ അരൂപിയിൽ നിന്ന് യേശുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തി നമ്മളെ വിമോചിപ്പിക്കുന്നു. കൊളോസസ് 1:13 അന്ധകാരത്തിന് ആധിപത്യത്തിൽ നിന്ന് അവിടെ നമ്മൾ വിമോചിപ്പിച്ചു. ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങൾ വരുമ്പോൾ, ചില അസ്വസ്ഥതകൾ വരുമ്പോൾ മനുഷ്യനത് ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ഒരുപാട് അത് മനുഷ്യനെ അടിമപ്പെടുത്താറുണ്ട്. എന്നാൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിമിഷം യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയുടെ അനന്തശക്തി ആ ആധിപത്യത്തിൽ നിന്ന്, ഇപ്പൊ രോഗാരൂപിയാണെങ്കിൽ ആ രോഗാരൂപികളുടെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിമോചിപ്പിക്കുന്നു. പറഞ്ഞ യേശുവിന്റെ മുറിവിനാൽ ഞാൻ സൗഖ്യമുള്ളവളായിത്തീരുന്നു. വിശ്വസിക്കുന്നു. യേശുവേ, അങ്ങയുടെ മുറിവിലേക്ക് എൻ്റെ രോഗാവസ്ഥയെ, എൻ്റെ അസ്വസ്ഥതകളെ, എൻ്റെ ശരീരത്തിലും മനസ്സിലും ഞാൻ അനുഭവിക്കുന്ന എല്ലാ അസ്വസ്ഥതകളെയും യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിലേക്ക്, യേശുവിന്റെ ക്ഷതങ്ങളിലേക്ക്, പ്രത്യേകമായ കൈകളിലേക്ക് കൂർത്ത ആണികൾ കുത്തിത്തുളയ്ക്കപ്പെട്ടപ്പോൾ കർത്താവ് കടന്നുപോയ വേദനയ്ക്കുള്ളിലേക്ക്, കർത്താവിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും തകർക്കപ്പെട്ടപ്പോൾ കർത്താവ് അനുഭവിച്ച ആ വേദനയ്ക്കുള്ളിലേക്ക്, എല്ലാ ആത്മാക്കളുടെയും വേദനകൾ, അസ്വസ്ഥതകളെ, ഞങ്ങളെല്ലാവരുടെയും എല്ലാ അസ്വസ്ഥതകളെയും ഈ നിമിഷം യേശുവിന്റെ പരിഹാര ബലിയിലേക്ക് സമർപ്പിക്കുന്ന ഏറ്റെടുക്കണമെന്നാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള ആ സ്വർഗീയ അഭിഷേകത്തിന്റെ സ്നാനം ഇപ്പോൾ എല്ലാവരിലും സംഭവിക്കട്ടെ. എല്ലാ ആത്മാക്കളും ഫ്രീ ആകട്ടെ. യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയുടെ ശക്തിയിലൂടെ നമ്മുടെ ആത്മാക്കൾ ഈ നിമിഷം ഫ്രീ ആകുന്നു. ആത്മാവിന്റെ ഉള്ളിലേക്ക് വലിയ സ്വാതന്ത്ര്യം കടന്നു വരുന്ന അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. എല്ലാ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറുന്നു. എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ തകർന്നടിയുന്നതിനെ നന്ദി പറയുന്നു. യേശുവാണ് തകർക്കുന്നത് കേട്ടോ. കർത്താവിന്റെ കുരിശിലെ പരിഹാര ബലിയുടെ അനന്തശക്തിയാണ്. റോമാലേഖനം 8:11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഇനി വചനത്തെ വിശ്വസിച്ച് യേശുവിന്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാകുന്നു എന്ന് 1 പത്രോസ് 2:24 നമ്മൾ കാണുമ്പോൾ, റോമ 8:11 നമ്മൾ കാണുകയാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും, മർത്യശരീരം എന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ ബോഡി, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പവർ, ആ റിസറക്ഷൻ പവർ, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ശക്തി. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും, നമ്മുടെ ഫിസിക്കൽ ബോഡിക്കും, നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ മർത്യ ശരീരങ്ങളിലേക്ക് ജീവൻ കടന്നു വരും. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ശരീരങ്ങളിലേക്ക് ഒഴുകും.
എന്ന് പറഞ്ഞ് എന്നെ അസ്വസ്ഥപ്പെടുന്ന എല്ലാ അസ്വസ്ഥതകളെയും യേശുവിൻ്റെ ക്രൂശിലേക്കും യേശുവിൻ്റെ തകർക്കപ്പെട്ട ശരീരത്തിലേക്കും മുറിവിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങളുടെ രോഗത്തിനൊരു പേരുണ്ടെങ്കിൽ ആ പേരിനേക്കാളും വലിയ പേരാണ് യേശു എന്ന നാമം. എല്ലാ നാമത്തിനും ഉപരിയായ നാമമാണ് യേശു എന്ന നാമം. അപ്പം നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കും, ഇങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാ നാമത്തിനും ഉപരിയായ യേശു എന്ന നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ തകർക്കപ്പെട്ട ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ ഈ വയറുവേദനയെ, എൻ്റെ ഈ ഗ്യാസ് ട്രബിളിനെ, എൻ്റെ ഈ പുറം വേദനയെ, എൻ്റെ ഈ കൈകാലുകൾക്കുള്ള വേദനയെ, എൻ്റെ ഈ ആർത്രൈറ്റിസിനെ, എൻ്റെ ഈ മറവി രോഗത്തെ, എൻ്റെ ഈ ഏതാണോ നിങ്ങളെ അസ്വസ്ഥപ്പെടുന്ന അസ്വസ്ഥത, അത് ഇന്ന് ഒരു രോഗമാകട്ടെ, ക്യാൻസർ ആകട്ടെ, ട്യൂമർ ആകട്ടെ, ഒരു ഫീവർ ആകട്ടെ, കൊളസ്ട്രോളിൻ്റെ ഇഷ്യൂ ആകട്ടെ, BP ഷൂട്ട് ചെയ്യുന്ന ബ്ലഡ് പ്രഷറിൻ്റെ ഇഷ്യൂസ് ആകട്ടെ, അത് പാൻക്രിയാറ്റിക് ഇഷ്യൂസ് ആകട്ടെ, പാൻക്രിയാസിനെ, ലിവറിനെ, കിഡ്നീനെ, ശരീരത്തിലെ ഓരോ അവയവങ്ങളെ യേശുവിൻ്റെ ക്രൂശിലെ പരിഹാര ബലിയിലേക്കും അവൻ്റെ തിരുമുറിവിലേക്കും ആ രോഗാവസ്ഥയെ സമർപ്പിച്ചുകൊണ്ട് യേശുവിൽ നിന്നുള്ള സൗഖ്യത്തെ വിശ്വാസത്തോടെ ഈ മക്കളിലേക്ക്, വിശ്വാസത്തോടെ ഞങ്ങളിലേക്ക് സ്വർഗം നൽകുന്നതിനായി നന്ദി പറയുന്നു. ഐഡന്റിഫൈ യുവർ സെൽഫ് വിത്ത് the finished work of Jesus and receive that healing right now by the finished work of Jesus. യേശുവിൻ്റെ ക്രൂശിലെ ഫിനിഷ്ഡ് വർക്കിൻ്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ നമ്മൾക്ക് ആ സൗഖ്യം നൽകപ്പെടുന്നു, റിസീവ് ചെയ്യപ്പെടുന്നു. വിശ്വാസത്തോടെ ആ സൗഖ്യത്തെ നമുക്ക് സ്വീകരിക്കാം. ആ സൗഖ്യം കടന്നു വരുന്നത് ഉത്ഥാനം ചെയ്ത യേശുവിൽ നിന്നാണ്. ഉത്ഥാനം ചെയ്ത് ഇന്നും ജീവിക്കുന്ന യേശുവിൽ നിന്ന് ആ സൗഖ്യത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ഈ നിമിഷം കടന്നു വരുന്നു. കൊളോസോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും നമുക്ക് ചില അസ്വസ്ഥതകൾ വരുമ്പോൾ ഭയം വരും, അല്ലേ? എന്നാൽ ഇന്ന് ആ ഭയത്തെ നമുക്ക് കുടഞ്ഞു കളയാം. കൊളോസോസ് 1:22, ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അപ്പം ഇന്ന് വിശ്വസിക്കണം, യേശുവിൻ്റെ ഭൗതിക ശരീരത്തിൽ നിങ്ങളെ യേശു അനുരഞ്ജിപ്പിച്ചു. ആ ഭൗതിക ശരീരത്തിലെ കർത്താവ് സ്വന്തം ശരീരത്തിലേറ്റ മുറിവിൽ നിന്നാണ് നമുക്ക് സൗഖ്യമുണ്ടാകുന്നത്. അപ്പം നമ്മൾ സൗഖ്യം സ്വീകരിക്കണമെങ്കിൽ ഇന്ന് ദൈവം നമ്മളോട് പറയുകയാണ്, യേശുവിൻ്റെ ഭൗതിക ശരീരത്തിൽ നമ്മൾ റിക്കൺസിൽഡായി, അനുരഞ്ജിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. യേശുവിൻ്റെ ഭൗതിക ശരീരത്തിൽ യേശു തൻ്റെ മരണത്തിലൂടെ നമ്മളെ കണക്റ്റഡാക്കി. ആ ശരീരത്തിൽ നമ്മൾ കണക്റ്റഡാണ്. ആ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താ? ആ ശരീരം ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കിയ ശരീരമാണ്. അപ്പം നിങ്ങൾക്കൊരു പൈശാചിക രൂപയുടെ അസ്വസ്ഥത വരുന്നുണ്ടെങ്കിൽ നമ്മളല്ല ആ അസ്വസ്ഥതയെ നേരിടുന്നത്, നമ്മൾ ആരുമായിട്ടാണോ കണക്റ്റഡ് ആയിരിക്കുന്ന ദൈവത്തിൻ്റെ, യേശുവിൻ്റെ ഭൗതിക ശരീരത്തിൽ നമ്മൾ അനുരഞ്ജിപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവാണ് ആ അസ്വസ്ഥതയെ നേരിടുന്നത്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ശരീരം. കാരണം നമ്മൾ കർത്താവിൽ മറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ്, എൻ്റെ യേശുവേ ഞാനെങ്കിൽ മറഞ്ഞിരിക്കുന്നു. ഇന്ന് ഞാൻ കടന്നു പോകുന്ന എല്ലാ അസ്വസ്ഥതകളും ഞാൻ എൻ്റെ യേശുവിൽ മറഞ്ഞിരിക്കുന്നതിനാൽ ഈ അസ്വസ്ഥതകളിൽ ഞാൻ വിജയം പ്രാപിക്കും. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ അസ്വസ്ഥതകളും വിട്ടുപോകുന്ന നിമിഷം ശരീരത്തിനുള്ളിൽ അസ്വസ്ഥതയ്ക്ക് തുടരാൻ അധികാരമില്ല. കാരണം എന്താ? യേശു ക്രിസ്തുവിൽ നമ്മൾ മറഞ്ഞിരിക്കുന്നു. യേശുവാണ് നമ്മുടെ ഉള്ളിൽ വളരുന്നത്. യേശുവിൻ്റെ മഹത്വമാണ് നമ്മളിൽ പ്രതിഫലിക്കുന്നത്. യേശു ക്രിസ്തുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ മുറിവിലൂടെയുള്ള സൗഖ്യം നമ്മുടെ അവകാശമാണ്. ഇന്ന് ആ സൗഖ്യം എന്ന അവകാശത്തെ ആര് പിടിച്ചെടുക്കുന്നു അവരിലേക്ക് ഇപ്പോൾ സൗഖ്യങ്ങൾ വർഷിക്കപ്പെടുന്നു. വയറുവേദന സൗഖ്യമാകുന്നു, കൈവേദന സൗഖ്യമാകുന്നു, ഗ്യാസ് ട്രബിളുകൾ സൗഖ്യമാകുന്നു, പുറം വേദനകൾ സൗഖ്യമാകുന്നു, ഹെഡ് പെയിനുകൾ സൗഖ്യമാകുന്നു, കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്ന ആ വിഷയം സൗഖ്യമാകുന്നു, കേൾവി ശക്തി കുറയുന്ന വിഷയം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുന്നു. യേശുവിൻ്റെ സൗഖ്യം ഈ നിമിഷം വെളിപ്പെടുന്നു. ഹോസ്പിറ്റലിലായിരിക്കുന്ന വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാത്ത വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭയത്തിൽ ആയിരിക്കുന്ന വ്യക്തികളെ ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ സൗഖ്യത്തിൻ്റെ ഒരു തിരമാല തന്നെ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു പ്രകാരം അവൻ്റെ ക്ഷതങ്ങളിലൂടെ നാം സൗഖ്യമുള്ളവരായിത്തീരുന്നു. യേശുവിൽ നിന്ന് സൗഖ്യം സ്വീകരിക്കുമ്പോൾ ഇന്ന് മനസ്സിലാക്കണം, യേശുവിൻ്റെ സൗഖ്യം എന്നുള്ളത് നമ്മൾ സ്പിരിറ്റിൽ റിസീവ് ചെയ്യുന്ന സൗഖ്യമാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ട്, നമ്മളിപ്പോൾ ഒരു മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് മാനുഷികമായ ശരീരത്തിൽ സൗഖ്യം കിട്ടും, അല്ലേ? യേശുവിൽ നിന്ന് കിട്ടുന്ന സൗഖ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് സ്പിരിറ്റിൽ, ആത്മാവിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന സൗഖ്യമാണ്. ഈ സൗഖ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് യേശു നമ്മളെ സൗഖ്യമാക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് വിശ്വസിക്കും. ഹി വാണ്ട്സ് യു ടു ബി ഹീൽ ആൻഡ് വെൽ. നമ്മൾ സൗഖ്യമാകണമെന്നും നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെന്നും നമ്മളെക്കാൾ ഉപരിയായിട്ട് യേശു ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ
സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അസ്വസ്ഥ വയറുവേദനയാണെങ്കിൽ വയറിലോട്ട് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ സൗഖ്യം വഴിപ്പെടും. നിങ്ങൾ കൈവെക്കുമ്പോൾ നിങ്ങളുടെ കൈക്ക് മുകളിലേക്ക് ആണിപ്പെടുന്നുള്ള കരം വന്നു വീഴും. തലവേദനയാണ്, തലയിലോട്ട് കൈവച്ച് നിങ്ങളുടെ കൈക്ക് മുകളിൽ ആണിപ്പെടുന്നുള്ള യേശുവിൻ്റെ കരം വന്ന് വീഴുകയാണ്. വിശ്വാസത്തിൽ കാണുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ വയറുവേദന സൗഖ്യമാകട്ടെ, ആ ഗ്യാസ് ട്രബിൾ സൗഖ്യമാകട്ടെ, ആ തലവേദന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആ പെടലി വേദന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആ മുട്ടിന് ഉള്ള തേയ്മാനത്തിൻ്റെ പ്രശ്നം അത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മുട്ടിലോട്ട് കരം വെച്ച് യേശു ആ കരത്തിലേക്ക്, നിങ്ങളുടെ കരത്തിന് മുകളിൽ യേശുവിൻ്റെ കരം വന്ന് വീഴുകയാണ്. നിങ്ങളുടെ കരത്തിന് മുകളിൽ യേശുവിൻ്റെ കരം വന്ന് വീഴുകയാണ്. എത്ര വലിയ അസ്വസ്ഥതകളാണെങ്കിലും രോഗാവസ്ഥയാണെങ്കിലും യേശുവിനെ സൗഖ്യമാക്കുവാൻ കഴിയും. രോഗികൾക്ക് വൈദ്യനാണ്. യേശുവിലൂടെയുള്ള രോഗസൗഖ്യങ്ങൾ അനുഭവിച്ച് ആരെങ്കിലും ഈ കൂട്ടായ്മയിലുണ്ടെങ്കിൽ ഇന്ന് ആ രോഗശാന്തിയുടെ വലിയൊരു ഹീലിങ്ങിൻ്റെ വേവ് നമ്മുടെ കൂട്ടായ്മയിലേക്ക് സ്വർഗം അയച്ചിരിക്കുകയാണ്. വിശ്വസിക്കുക. Receive that healing and set free from that bondage right now in the mighty name of Lord Jesus Christ. എല്ലാ ആത്മാക്കളെയും കർത്താവ് ഞങ്ങളുടെ സ്നേഹത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ സ്നേഹത്തെ, കരുണയെ, അങ്ങയുടെ അഭിഷേകത്തെ, അങ്ങയുടെ ആ പരിഹാരബലിയുടെ അനന്ത ശക്തിയെ മനസ്സിലാക്കാത്തവർക്ക് ഇന്ന് മനസ്സിലാക്കുവാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേക ഭവനങ്ങളിൽ യേശുവിൻ്റെ അതിശക്തമായ സാന്നിധ്യം ഇറങ്ങി നിൽക്കും. മുൾപ്പടർപ്പിൽ മോശയ്ക്ക് വേണ്ടി ഇറങ്ങിയ മഹത്വം പോലെ തന്നെ, മുൾപ്പടർപ്പിൽ മോശയ്ക്ക് വേണ്ടി ഇറങ്ങിയ മഹത്വം പോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഇന്ന് ആ മഹത്വം ഇതാ കടന്നു വരുന്നു. മുൾപ്പടർപ്പിൽ മോശയ്ക്ക് വേണ്ടി ഇറങ്ങിയ മഹത്വം പോലെ തന്നെ നിൻ്റെയും എൻ്റെയും ശരീരത്തിലേക്ക് ഇന്ന് ഈ നിമിഷം ആ മഹത്വം കടന്നു വരുന്നു. എന്നെ അങ്ങനെ കർത്താവ് പറയാൻ പറയും. മുൾപ്പടർപ്പിൽ മോശയുടെ ഉള്ളിലേക്ക് ഒരു മഹത്വം കടന്നു. ഞാൻ മുമ്പേ നിങ്ങളെല്ലാവരെയും കാണിച്ചത് ആ കല്ലുകൾ നോക്കിക്കഴിഞ്ഞ് ഇന്നും ആയിരക്കണക്കിന് വർഷം മുമ്പ് ദൈവം മഹത്വം ആ മുൾപ്പടർപ്പിൽ ഇറങ്ങിയപ്പോൾ ഇന്നും ആ കല്ലുകളിൽ അതിൻ്റെ ആ പ്രിൻ്റ് അവിടെ കിടക്കുവാണ്. നിങ്ങളിപ്പോഴും അവിടെ പോയി കഴിഞ്ഞാൽ കല്ല് ശേഖരിച്ച് കല്ല് പൊട്ടിച്ച് നോക്കിയാൽ പൊട്ടിക്കുന്ന കല്ലിനകത്ത് ആ സിഗ്നേച്ചറാണ്. എൻ്റെ മുമ്പത്തെ വീഡിയോ എടുത്ത് കാണണം കേട്ടോ എല്ലാവരും. അതിനകത്ത് ഞാൻ ആ കല്ലുകളാണ് കാണിക്കുന്നത്. ഇന്നും ആ പ്രിൻ്റ് അവിടെ മാർക്കിട്ടേക്കുവാണ് ദൈവം. നമ്മളൊക്കെ ഭൂമിയിൽ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ഇത് എക്സ്ട്രാ ഓർഡിനറി കാലഘട്ടമാണ്. സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇന്ന് ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ ക്രൈസ്തവ ഉണർവും ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അന്ന് ഹോരേബിൽ ഇറങ്ങിയ മഹത്വം ഇന്ന് ഇറങ്ങുന്ന എവിടെയാണെന്നറിയോ? ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്ന നിന്റെ എൻ്റെ ഉള്ളിലോട്ടാണ് വരുന്നത്. ആ ഉള്ളിലോട്ട് ദൈവമഹത്വം ഇറങ്ങുന്ന നമ്മുടെ ശരീരത്തിൽ സൗഖ്യങ്ങൾ നടക്കത്തില്ലേ? സൗഖ്യങ്ങൾ നടന്നേ മതിയാകത്തുള്ളൂ. ഈ വചനം റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ കുറച്ചു മുമ്പ് കേട്ട ആ വചനത്തിന്റെ ശക്തിയിൽ ഇന്ന് ആര് വിശ്വസിക്കുന്നവരിലേക്ക് ദൈവത്തിന്റെ പവർ വെളിപ്പെടുന്നു. യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. അപ്പം അന്ന് ഹോരേബിലേക്ക് ദൈവമഹത്വം വെളിപ്പെട്ടപ്പോൾ ഇറങ്ങിയപ്പോൾ അവിടെ ഇന്നുമുള്ള കല്ലുകൾ എടുത്ത് പൊട്ടിച്ചു നോക്കിയാൽ അതിനകത്ത് ആ പ്രിന്റ് കാണാൻ പറ്റുന്നെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക്, റോമ 8:11, നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഹോളി കമ്മ്യൂണിയനിലൂടെ നമ്മളിലേക്ക് ആരാ കടന്നു വരുന്ന? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അത്യന്ത ശക്തി നിറയപ്പെട്ടിരിക്കുകയാണ്. ജീവൻ പ്രദാനം ചെയ്യും. ഇന്ന് പ്രാർത്ഥിക്കുന്ന യേശുവേ, ഈ വചനത്തിൻ്റെ ശക്തിയാണ് ഹോറേബിൽ ഇറങ്ങിയതുപോലെ ഒരു വലിയ മഹത്വം, അതിലും ശ്രേഷ്ഠമായ ദൈവം തന്നെ ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ആ വലിയ മഹത്വം, അതിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് മിറക്കിൾ സംഭവിക്കുന്നത്. നമ്മൾ ഇന്ന് ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുമ്പോൾ ഇത് കർത്താവിൻ്റെ മേശ, ഹോളി കമ്മ്യൂണിയൻ, കുർബാന, അത് നമ്മളതിൻ്റെ വലിപ്പം മനസ്സിലാക്കും തോറും അത്ഭുതങ്ങളുടെ വലിപ്പം കൂടും. അതിൻ്റെ വലിപ്പം ഒന്ന് മനസ്സിലാക്കി. ഹി ഫിനിഷ്ഡ് എവറിത്തിങ് ഓൺ ദ ക്രോസ്. പഴയ നിയമത്തിൽ അനേകായിരം അത്ഭുതങ്ങൾ ചെയ്തവൻ. ഹെബ്രായർ 12:27 വായിക്കാൻ ഈശോ എൻ്റെ ഉള്ളിലൊരു പ്രചോദനം നൽകി. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം. ഇന്ന് മിറക്കിളുകൾ, ഒരുപാട് മിറക്കിളുകൾ നമ്മുടെ ഇടയിൽ ദൈവം ചെയ്യുന്നുണ്ട് കേട്ടോ. മിറക്കിൾ ഈവനിങ് ആണ് ഇന്നത്തെ ഈവനിങ്. ടുഡേ ഈസ് ഗോയിങ് ടു ബി എ മിറക്കിൾ ഈവനിങ്. അമേസിങ് തിങ്സ് ആർ ഗോയിങ് ടു ഹാപ്പൻ. ദൈവം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. 1 Corinthians 2:9 നമ്മൾ കാണുന്നുണ്ട്. കണ്ണ് കണ്ടിട്ടില്ലാത്ത, കാതുകൾ കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ നിരൂപിക്കാത്തവ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി
ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ലാത്ത പ്രവർത്തികളാണ്. കണ്ണ് കണ്ടിട്ടില്ലാത്ത, കാതുകൾ കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ നിരൂപിക്കാത്തവ. ഹെബ്രായർ 12:27 വായിക്കുന്നതിന് മുമ്പ് ഒരു വാക്യം കൂടെ ഞാൻ വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. വാത്സല്യ ഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിന്റെ ശക്തി രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവരിലേക്കും അയച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ വചനത്തിന്റെ അഭിഷേകം ഇപ്പോൾ വെളിപ്പെടട്ടെ. ദൈവം നിന്നെ നോക്കി വിളിക്കുന്നു, വാത്സല്യ ഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യം ഉണ്ടാകട്ടെ. എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യം കടന്നു വരട്ടെ. സാമ്പത്തിക മേഖലയിൽ ഐശ്വര്യം കടന്നു വരട്ടെ. ആരോഗ്യ മേഖലകളിൽ ഐശ്വര്യം കടന്നു വരട്ടെ. നീ ആരോഗ്യവാനായിരിക്കട്ടെ. ആരോഗ്യം ദൈവത്തിന്റെ ദാനമാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആരോഗ്യത്തിനെതിരായി പടവെട്ടുന്ന എല്ലാ ദുരാത്മശക്തികളെയും അശുദ്ധാത്മാക്കളെയും ഈ വചനത്തിന്റെ ശക്തി കൊണ്ട് വെട്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ വിട്ടുപോ വിശ്വാസം. ആരോഗ്യത്തിന്റെ അഭിഷേകം വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആരോഗ്യം നൽകുന്ന ദൈവം, ആരോഗ്യം നൽകുന്ന ദൈവം, സൗഖ്യത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ ശരീരങ്ങളിലേക്ക് വ്യാപരിക്കുവാനിടയാകട്ടെ. അത്ഭുതകരമായ രോഗസൗഖ്യം. യേശയ്യ 53:5, 1 പത്രോസ് 2:24 വചനത്തിന്റെ അഭിഷേകത്തിലൂടെയുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ ശരീരത്തിൽ വെളിപ്പെടുന്നതിനായി നന്ദി പറയും. താങ്ക് യു ജീസസ്. സുനോജ് വി അബ്രാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലമുറയെ നൽകി ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് അനുഗ്രഹിക്കുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ലിൻസി ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിച്ച ജോബ് ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ലിൻഡു ബിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിജി പീറ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയിൽ ഇപ്പോൾ കമന്റ് പോസ്റ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിനി പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരസ്പരം ഒന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ നീട്ടുകയും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച ഈ നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നടുവിൽ യേശുവുണ്ട്. യേശുവെ ഞങ്ങൾ കരം നീട്ടി പരസ്പരം അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ് കർത്താവ്. എല്ലാ രോഗാവസ്ഥകളിലേക്കും കർത്താവിൻ്റെ സൗഖ്യം ഈ നിമിഷം കടന്നു വരട്ടെ. ആത്മാവിന് സൗഖ്യം ലഭിക്കട്ടെ. മനസ്സിന് സൗഖ്യം ലഭിക്കട്ടെ. ശരീരത്തിന് സൗഖ്യം ലഭിക്കട്ടെ. ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ 3 തലങ്ങളിലും പരിപൂർണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ദുഷ്ടൻ പോരാടി നിൽക്കുന്ന എല്ലാ മേഖലകളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ, ശരീരത്തിൽ, ബോഡിയിൽ പരിപൂർണ സൗഖ്യത്തെ ഞങ്ങൾ വിശ്വസിച്ച് റിസീവ് ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഹീലിങ്ങുകൾ സംഭവിക്കട്ടെ യേശുവിന് അധികാരമുള്ള നാമത്തിൽ. ജോൺ തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയിലെ പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത് പരിഹരിക്കപ്പെടുന്നതിനായ സ്തോത്രം. ബിനു സ്റ്റീഫനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉഷസ് ജോർജിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോസ്ലിൻ ബോണിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്ലീസ് പ്രേ ഫോർ മൈ ലോ ബാക്ക് പെയിൻ. ജിമിൽ ജോസിന് യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ. ദിവ്യ രാജേഷിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി കർത്താവ് മകൾക്ക് വേണ്ടി ഇടപെടുന്നതിനായി നന്ദി പറഞ്ഞു. സിനോജ് ലാസറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ കഷ്ടത്തിലാണ് സിനോജ് ലാസറെ. യേശുവേ, അങ്ങയുടെ കഷ്ടതകളിലേക്ക് സിനോജ് ലാസറിൻ്റെ, റീച്ചു വി രാജൻ്റെ, അത് ആ വ്യക്തിയുടെ സഹോദരൻ്റെ, അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരുടെയും എല്ലാ കഷ്ടതകളെയും യേശുവിൻ്റെ കഷ്ടതകളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വി ആർ സബ്മിറ്റിംഗ് ഓൾ അവർ ടോർച്ചേഴ്സ്, അവർ പെയിൻഫുൾ things in life. We are yielding, surrendering, submitting it into the hands of the Lord. 1 പത്രോസ് 5:6-7 തിരുവചനം. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. തക്ക സമയത്ത് നമ്മളെ ഉയർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹെബ്രായർ 11:27, 12:27, 11:27. രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ മോശ ഈജിപ്ത് വിട്ടു. അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ അവൻ സഹിച്ചു നിന്നു. ഇന്ന് സഹിച്ചു നിൽക്കുന്നവരിലേക്ക് ഒരു വിടുതൽ വരിക. ശരീരത്തിൻ്റെ വേദനയെ സഹിച്ചു നിൽക്കും. പുറംവേദന, ലോവർ ബാക്ക് പെയിൻ വരുമ്പോഴേ സഹിച്ച് നിൽക്കാൻ എൻ്റെ ബുദ്ധിമുട്ടെന്ന്. ഞാനൊരു പ്രാവശ്യം ചങ്ങനാശ്ശേരി വെച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 2014 ഭയങ്കര പുറംവേദന വന്നിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അവിടെ ഒന്നൊരു പ്രാർത്ഥന നടക്കുന്നൊരു ശുശ്രൂഷയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഈ വേദന വന്നു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഈശോ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അവിടെ നല്ല കട്ടി മീശുള്ളൊരു അപ്പച്ചനുണ്ടായിരുന്നു. നല്ല പ്രായം ചെന്നൊരു അപ്പച്ചന് ശുശ്രൂഷയിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. പെട്ടെന്ന് ഞാൻ ചെന്ന് അവരോട് പറഞ്ഞു, അപ്പച്ചൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ആ അപ്പച്ചൻ യേശുവിൻ്റെ നാമത്തിൽ ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ സെക്കൻഡിൽ ശരീരത്തിൻ്റെ വേദന വിട്ടുപോയി, സൗഖ്യം കിട്ടി. ഭയങ്കര വേദന. നമുക്ക് ഈ വേദന വരുന്ന സമയത്ത് അയ്യോ അല്ലേ, എന്ത് വേദനയാണ്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് എനിക്ക് ഗ്യാസ് ട്രബിൾ, ഫുഡ് പോയിസണിങ്, എന്തോ കഴിച്ചത് മാറിപ്പോയത്, എന്തോ പ്രശ്നമാണ്.
ഞാനൊരു ശുശ്രൂഷകൻ്റെ ഒരു വൈദികൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അദ്ദേഹം കട്ടപ്പനയിൽ ഈ തേനിൻ്റെ കട്ട മറ്റേ വാക്സ് ഉള്ള സംഭവം എടുത്തു തന്നു. ഞാൻ അതിനു മുമ്പ് കഴിച്ചിട്ടില്ല. അപ്പം ആ വാക്സ് കൂടി ഞാൻ കഴിച്ച് അകത്തോട്ട് ഇറക്കി. 2 ദിവസം കഴിയുമ്പോൾ ഭയങ്കര വയറുവേദനയും ബുദ്ധിമുട്ട് അസ്വസ്ഥയായിട്ട്, അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടിനകത്തൂടെ കയറി പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ദൈവമേ, ഈ വയറുവേദനയൊക്കെ അനുഭവിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന അസ്വസ്ഥ എത്ര മാത്രമായിരിക്കും. പുറം വേദന, കൈയുടെ വേദന, കാലിൻ്റെ വേദന, അല്ലേ? ചിലവർ എന്നോട് ഇങ്ങനെ മെസ്സേജ് അയച്ച് പറയും, ബ്രദറെ കൈയുടെ വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഒരു പണി എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ചിലപ്പോൾ ഓർത്തിട്ടുണ്ട്, ദൈവമേ ആ വേദന അതൊക്കെ പ്രാർത്ഥിക്കണം. പക്ഷെ അത് പ്രാർത്ഥിക്കണം. കൈയുടെ വേദന വരുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നല്ല. ഒരു വിരലിനുള്ള വേദന, ഒരു മുട്ടുസൂചി കൊണ്ട് കുത്തി നമുക്കൊരു ചെറിയൊരു വിഷമം വരുമ്പോൾ അറിയാം, അല്ലേ? അപ്പം ഇന്ന് നമ്മുടെ എല്ലാ അസ്വസ്ഥതകളെയും എല്ലാ വേദനകളെയും ഈശോയുടെ മുറിവിലേക്ക് സമർപ്പിച്ച്, എല്ലാ അസ്വസ്ഥതകളും നമ്മൾ കടന്നു പോകുന്ന പുറത്തിൻ്റെ വേദന, കൈയുടെ വേദന, ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടിയോ അപ്പനോ അമ്മയ്ക്ക് വേണ്ടിയോ ഒക്കെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അവിടെ സൗഖ്യങ്ങൾ വെളിപ്പെട്ടിരിക്കും. ഞാൻ നമ്മുടെ ഒരു ശുശ്രൂഷയുടെ സമയത്ത് ഈശോയുടെ വലിയ ശക്തി ശുശ്രൂഷ ഇറങ്ങിയപ്പോൾ ഡൽഹിയിൽ ഒരു സഹോദരി അവർ ഛർദ്ദിച്ച സമയത്ത് അവരുടെ ഉള്ളിൽ നിന്നൊരു കളറിൻ്റെ ഫോമിൽ എന്തോ സാധനം പുറത്തു വന്നു. അവരുടെ ദേഹത്തെ ട്യൂമർ അപ്രത്യക്ഷമായിപ്പോയി. അപ്പം അത്ഭുതം, ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുമ്പോൾ ഇത് ഞാൻ ശുശ്രൂഷ കർത്താവിൻ്റെ ഒരു ആത്മാവിൻ്റെ നിയോഗപ്രകാരം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. വി ആർ ഹോസ്റ്റ്. അത് ഏത് ശുശ്രൂഷയാകട്ടെ, ധ്യാനകേന്ദ്രമാകട്ടെ, ഓൺലൈൻ പ്രാർത്ഥനയാകട്ടെ, നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ദൈവപ്രവർത്തിക്ക് വേണ്ടി കാതോർക്കുന്നത്. ഇപ്പോൾ ഒരു വൈദികനാകട്ടെ, ഒരു അൽമായ സഹോദരനാകട്ടെ, ഒരു മിഷണറി ആകട്ടെ, നമ്മളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നടുവിലേക്ക് ദൈവശക്തി വരികയും ആ ദൈവശക്തിയാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഇതൊരു ബ്രദറിൻ്റെ മിടുക്കോ ഒരു അച്ഛൻ്റെ മിടുക്കോ ഒന്നുമല്ല. ഈശോയുടെ കുരിശിനെ ആർക്ക് ഏറ്റവും ആഴത്തിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ സയ്യിദ് ബറിന്റെ ശുശ്രൂഷയിൽ ആ സമയത്ത് കർത്താവിൻ്റെ കുരിശിലെ പരിഹാര ബലിയുടെ ശക്തിയാണ് ഇറങ്ങുന്നത്. ആ പവറാണ് ഡെലിവറൻസ് നൽകുന്നത്. അത് ശുശ്രൂഷിക്കുന്ന ആൾക്ക് ആവശ്യമാണ്, പങ്കെടുക്കുന്നവർക്ക് ആവശ്യമാണ്, നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് വിശ്വസിക്കണം നമ്മൾ. 1 പത്രോസ് 2:24 യേശുവിൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരായിത്തീരും. അപ്പം നമുക്കിത് ഒരു വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് സൗഖ്യം, അതിന് ആ വചനത്തിൽ നിന്ന് കിട്ടുന്നേ. ആ വചനത്തിനകത്ത് നിന്റെ സൗഖ്യം ഇരിപ്പുണ്ട്. യേശുവിൻ്റെ മുറിവിലൂടെ നിനക്ക് സൗഖ്യം കിട്ടും. അപ്പം അത് കിട്ടുന്നതായിട്ട് തോന്നുന്നില്ലെങ്കിൽ ആ വചനത്തിൻ്റെ ശക്തിയെ ആഴത്തിൽ അറിയുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. ആഴത്തിൽ അറിയുവാൻ. അപ്പം ഇന്ന് ആ വചനത്തിൻ്റെ ശക്തിയെ ആഴത്തിൽ അറിയുവാൻ സ്വർഗം നമ്മളെ വിളിക്കുകയാണ്. യേശുവിൻ്റെ ക്ഷതങ്ങളിലൂടെ, യേശുവിൻ്റെ മുറിവിലൂടെ നമ്മൾ സൗഖ്യമുള്ളവരായിത്തീരും. ഒരാത്മാവിന് മോക്ഷം കിട്ടുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരാത്മാവിന് നിത്യസൗഭാഗ്യം കിട്ടുന്നത് എങ്ങനെയാണ്? അത് ആ ആത്മാവ്, നിങ്ങളും ഞാനും യേശുവിൻ്റെ ക്ഷതങ്ങൾ, കർത്താവ് കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ, അതിൻ്റെ ആഴങ്ങളെ, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ, അതിൻ്റെ ആഴങ്ങളെ, അതിനെ ഒരാത്മാവ് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഇപ്പോൾ ഒരൊറ്റ വാക്കാണ് അല്ലേ, യേശുവിൻ്റെ മുറിവിനാൽ നീ സൗഖ്യമുള്ളവരായിത്തീരുന്നു. യേശു എനിക്ക് വേണ്ടി മുറിയപ്പെട്ടു. ആ മുറിവിൽ കർത്താവ് കടന്നുപോയ വേദന എത്രമാത്രം, കർത്താവിന് എന്നോടുള്ള സ്നേഹം എത്രമാത്രം, കർത്താവ് എനിക്ക് വേണ്ടി എന്തിനാണ് ഇത്രയും വലിയ മുറിവ് സ്വീകരിച്ചത്. ഇതിൻ്റെ ലെയറുകളിലേക്ക് നമ്മൾ കയറുന്ന സമയത്താണ് കർത്താവിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സൗഖ്യത്തിൻ്റെ പവർ, ഒരു ഡാം തുറന്നു വിടുന്ന പോലെ ഈ പവർ നമ്മുടെ സ്പിരിറ്റിലേക്കും നമ്മുടെ ബോഡിയിലേക്കും ഫ്ലഡ് പോലെ കടന്നു വരും. അപ്പം ഇത് ഭൂമിയിലുള്ള ആർക്കും അനുഭവിക്കും. ഇത് വേറൊരു റലത്തിൽ നിന്ന് വരും. നമ്മുടെ ഭൂമി ഓടുന്ന ഒരു റലമുണ്ട്. ആ റലത്തിൽ നല്ല ഇത് വരുന്ന ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന്. ഇത് രോഗക്കിടക്കെ കിടക്കുന്ന വ്യക്തിയാകാം, ആശുപത്രിയിലാകാം, എവിടെയാണെങ്കിലും ഈ റലത്തിന് ഇൻവേഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അത് ഇൻവേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ വചനം എന്ന താക്കോലിലൂടെ ആ വാതിൽ തുറന്നങ്ങ് അകത്തോട്ട് കയറണം. അപ്പം ഇന്ന് അനേകർക്ക് ആ വാതിൽ തുറന്ന് ദൈവം തരികയാണ് ഈ ശുശ്രൂഷയിലൂടെ. യേശയ്യ 53:5, 1 പത്രോസ് 2:24 അവൻ്റെ മുറിവിലൂടെ നാം സൗഖ്യമുള്ളവരായി മാറിയിരിക്കുന്നു. ആ ഹീലിംഗ് ആത്മാവിൽ കിട്ടിയ വ്യക്തിക്ക് ഒരു വലിയ ഉറപ്പുണ്ട്. എന്നെ സ്നേഹിക്കുന്ന, ഇന്നും ജീവിക്കുന്ന, ഏത് സമയത്തും എനിക്ക് സമീപഹസ്തമായി എൻ്റെ അരികിൽ വരുന്ന എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇന്ന് ഞാനിത് പറയുന്ന സമയത്ത് യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. ബിലീവ്. ഒരിക്കലും കുഷ്ഠരോഗി യേശുവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. നമ്മളിപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളും പ്രാർത്ഥിക്കുന്നത് അല്ലേ? കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ എന്നെ സൗഖ്യമാക്കണേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ വയറുവേദന മാറ്റണേ യേശുവേ. എന്നാൽ യേശുവിൻ്റെ ഉത്തരം എന്താ?
എനിക്ക് മനസ്സുണ്ട് എന്ന് മാത്രമല്ല, നിനക്ക് സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി കർത്താവ് വലിയൊരു പീഡാസഹനം ഏറ്റുവാങ്ങി ഇന്ന് വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും ആ സൗഖ്യത്തെ ദൈവം അവൈലബിൾ ആക്കിയിരിക്കുന്നു. വിശ്വസിക്കുന്ന നിമിഷം തന്നെ യേശുവിൻ്റെ നാമത്തിലെ സൗഖ്യങ്ങൾ ഇപ്പോൾ തന്നെ സംഭവിക്കുന്നു. റിസീവ് ദർ ഹീലിംഗ് റൈറ്റ് നൗ. Receive that healing right now by the mighty name of Jesus Christ. വലിയൊരു ഭാരം വിട്ടുപോകുന്ന പോലെ ശരീരത്തിൽ നിന്ന് രോഗാവസ്ഥകൾ, അരൂപികൾ, ദുഷ്ടാരൂപികൾ, പൊസഷൻസ് വിട്ടുപോകും. യേശുവിൻ്റെ ജീവൻ്റെ ശരീരം, ജീവൻ്റെ ശക്തി, ജീവൻ്റെ അഭിഷേകം നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ എല്ലാ അന്ധകാര ശക്തികളും അതിൻ്റെ ക്ലെയിമുകൾ അത് വേരോടെ പിഴുതെറിയപ്പെടുന്നു യേശുവിൻ്റെ അധികാരങ്ങൾ. ഹല്ലേലൂയ. ഹോരേബിലെ കാര്യം വീണ്ടും കയറി വരും. ഹോരേബില് മോശയ്ക്ക് മുൻപിൽ ദൈവം ഉൾപ്പടർപ്പിൽ തീജ്വാലയായി ആ മഹത്വം ഇറങ്ങി വന്നപ്പോൾ, ദൈവം ഇറങ്ങി വന്നപ്പോൾ എന്താ ഞാനാകുന്നു. യേശു പറഞ്ഞു ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ്, ഞാനാകുന്നു പുനരുത്ഥാനവും ജീവൻ. ഞാനാകുന്നു പുനരുത്ഥാനവും ജീവൻ. പുനരുദ്ധാനം നൽകുന്ന, ജീവൻ നൽകുന്നവരാണ് നമ്മുടെ ദൈവം. റോമാലേഖനത്തിൽ പറയുകയാണ്, ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മർത്യ ശരീരങ്ങൾക്ക് ജീവനെ പ്രദാനം ചെയ്യും. ഇതെല്ലാം വചനമാണ്, നമ്മൾ വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനമാണ്. റോമാലേഖനം 8-11 യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക്, നിങ്ങളുടെ മർത്യ ശരീരത്തിലേക്ക് ഒന്ന് കൈവച്ച് എന്നിട്ട് ഈ വചനത്തിൽ നിന്ന് റിസീവ് ചെയ്ത്, യേശുവിനെ ഉയർപ്പിച്ചവൻ എൻ്റെ ഈ മർത്യ ശരീരത്തിൽ, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഹല്ലേലൂയ. അതിൻ്റെ 10ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. പാപം നിമിത്തം ശരീരം മൃതമാണെങ്കിലും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു. ഇപ്പം കുറേ നാളായി പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ട് പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുകയാണ്. പള്ളിയിൽ നിന്നൊക്കെ പോയിട്ടൊക്കെ ഒത്തിരി നാളായി. ഇപ്പം ശരീരത്തിനൊരു അസ്വസ്ഥത വന്നു. അപ്പോഴാണ് ഇന്നൊരു പ്രാർത്ഥനയ്ക്ക് അവിചാരിതമായിട്ട് കയറിയത്. പക്ഷെ ദൈവം നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് നൽകുവാണ്, നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ, യേശുവിനെ എന്തെങ്കിലും വിശ്വസിച്ച് ഉള്ളിലോട്ട് സ്വീകരിച്ചൊരു വ്യക്തിയാണെങ്കിൽ ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. ക്രിസ്തുവിൻ്റെ നീതി നിമിത്തം നിങ്ങളുടെ ആത്മാവ് ജീവനുള്ളതായിരിക്കും. ഞാൻ അടുത്ത വാക്യം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, അതായത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കും. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശുവിൻ്റെ സന്നിധിയിൽ, യേശുവിൻ്റെ പരിഹാര ബലിയിലൂടെ നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് ആ വ്യക്തിയുള്ളിൽ വസിക്കുന്നു. മരിച്ചവനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. അങ്ങനെ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. അപ്പോൾ ആരാ മനുഷ്യന് ജീവൻ തന്ന? ദൈവം. ആ മനുഷ്യ ശരീരങ്ങൾക്കും തൻ്റെ ആത്മാവിലൂടെ ദൈവം ജീവനെ പ്രദാനം ചെയ്യും. കണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യം വരുന്നതിന് കാരണം ഈ ജീവൻ വർഷിക്കപ്പെടുന്നതാണ്. ഇതൊരു വൈദികൻ്റെയോ ശുശ്രൂഷകൻ്റെയോ കൃപാവരങ്ങളുണ്ട്. ചിലവർക്ക് രോഗശാന്തിക്കുള്ള ഒരു ആ ശുശ്രൂഷ നടത്താനുള്ള കൃപാവരം കർത്താവ് കൊടുത്തേക്കും, ഹീലിംഗ് മിനിസ്ട്രി. ഇന്നൊരു ഹീലിങ്ങിൻ്റെ ഒരു ഗ്രേസ് നമ്മുടെ നടുവിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഹീലിങ്ങിൻ്റെ ഒരു വലിയ ഗ്രേസ്. ഇന്ന് നിരവധി രോഗസൗഖ്യങ്ങൾ നമ്മുടെ നടുവിൽ സംഭവിക്കുകയാണ്. ഹീലിങ്ങിൻ്റെ വലിയൊരു ഗ്രേസ് നമ്മുടെ ഇടയിൽ സംഭവിക്കും. ഈ നാളുകളിൽ കുറേ ഹീലിംഗ് മീറ്റിങ്ങുകൾ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിലും കുറേ ഹീലിംഗ് മീറ്റിങ്ങുകൾ ദൈവം ഒരുക്കുവാൻ പ്രാർത്ഥിക്കുകയാണ്. രോഗശാന്തി എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ്. ദൈവം നമുക്ക് നൽകുന്ന മർത്യ ശരീരങ്ങൾക്ക് ദൈവം തൻ്റെ ശക്തിയിലൂടെ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രേസാണ്, ജീവനാണ്, ജീവൻ്റെ അഭിഷേകമാണ്. അപ്പം ഡോക്ടർമാർ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവർക്ക് ഈ സൗഖ്യങ്ങൾ ലഭിക്കാനിടയായിട്ടുണ്ട്. അവരെപ്പോഴും പറയും, ഒരു ഡോക്ടറിൻ്റെ ഒരു ഉത്തരവാദിത്തം എന്താ? ഒരു മനുഷ്യ ശരീരത്തിൽ സൗഖ്യം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. നമുക്കത് ഭൂമിയിൽ കുറച്ചൊക്കെ മെഡിസിൻസേ ഉള്ളൂ. അത് വെച്ച് അത് നൽകി ഒരു മനുഷ്യനെ ഓട്ടോമാറ്റിക്കലി അവൻ്റെ ശരീരത്തെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരിക, അതിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരം ഡിസൈൻ ചെയ്തത് ആരാ?
ദൈവമാണ്. നമ്മുടെ ശരീരം ഡിസൈൻ ചെയ്തത് ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിക്ക് നമ്മുടെ ശരീരത്തിൽ ജീവൻ പ്രദാനം ചെയ്യാൻ പറ്റും. ജീവന്റെ വൃക്ഷമാകുന്ന ഹോളി കമ്മ്യൂണിയൻ, ആ പരിഹാര ബലിയും കാൽവരി മലമുകളിലെ ക്രൂശിൽ നിന്ന്, കൃപയ്ക്കുമേൽ കൃപ, യേശുവിൻ്റെ പരിഹാര ബലിയിൽ നിന്ന്, യേശുവിൽ നിന്ന് ഇന്ന് നമുക്ക് കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കാനുള്ള വലിയൊരു ഓപ്ഷൻ തുറന്നിട്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ദിവ്യകാരുണ്യത്തിന് യേശുവിൻ്റെ ശരീരത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ആ അത്ഭുതങ്ങൾ നമ്മുടെ ശരീരത്തിലും നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് യേശുവിൻ്റെ അത്ഭുതങ്ങൾ ഈ നിമിഷം ശരീരങ്ങളിൽ നടക്കുന്നതിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. യേശുവിൻ്റെ അത്ഭുതങ്ങൾ ശരീരങ്ങളിൽ നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും. മർക്കോസ് വിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. യേശു പറയുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും. സകല സൃഷ്ടികളോടും, എല്ലാ സൃഷ്ടികളും. ലൈജു ജോസഫിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ലൈജു ജോസഫ് കർത്താവിൻ്റെ ഒരു മെസ്സേജ് നൽകുന്നു. ലൈജു ജോസഫ് യേശുവിനെ പ്രഘോഷിക്കുവാൻ തയ്യാറാകുക, സാക്ഷ്യങ്ങൾ പറയാൻ തയ്യാറാക്കുക. ലൈജു ബ്രദർ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുടുംബത്തിൽ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന അസ്വസ്ഥതകളിന്മേൽ ദൈവം വിജയം നൽകും. സാക്ഷ്യങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഇടയിൽ സാക്ഷ്യങ്ങൾ പറയാൻ ഈശോ പറയും. ദൈവം ചെയ്ത സാക്ഷ്യങ്ങൾ, ദൈവം സംരക്ഷിച്ച സാക്ഷ്യങ്ങൾ, ചെറിയ കാര്യങ്ങളാകാം. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിൽ അത്ഭുതങ്ങൾ നടക്കും, വീട്ടിൽ അത്ഭുതങ്ങൾ നടക്കും, കുടുംബത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കും. സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. അപ്പോൾ ലൈജു ബ്രദർ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുടുംബത്തിൽ, മക്കളുടെ ജീവിതത്തിൽ, ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ, അവരെത്ര അടുത്തോ വിദൂരത്താണെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കും. നമ്മൾ യേശുവിനെ കുറിച്ച് പറയുന്ന സമയത്ത്, നമ്മൾ സാക്ഷ്യങ്ങൾ പറയുന്ന സമയത്തുണ്ടല്ലോ, ആ സമയത്ത് അത്ഭുതങ്ങൾ നടക്കും. യേശുവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോണ്ടല്ലോ അസാധാരണമായ ദൈവമഹത്വപ്പെടും. ഞാൻ പണ്ടെനിക്ക് 2008 ഞാൻ ഓസ്ട്രേലിയക്ക് മെഡിക്കൽ ചെയ്യുന്നതിന് 7 മെഡിക്കൽ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ പ്രയർ ഗ്രൂപ്പ്, ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു പയ്യന് ചിക്കൻ പോക്സും. അപ്പോൾ മെഡിക്കലിന് കുറച്ച് ദിവസം മുമ്പാണ്. ആരും അവൻ്റെ വീട്ടിൽ പോകുന്നില്ല. പക്ഷെ കർത്താവ് എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ വന്നു, ആ വീട്ടിൽ പോയിന്ന് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ നമ്മൾ മാനുഷികമായിട്ട് നമുക്ക് ഓസ്ട്രേലിയ വിസ, മെഡിക്കൽ, ഇതൊക്കെയല്ലേ ഉള്ളിൽ ഭയങ്കര കാര്യമായിട്ട് നിൽക്കുന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് ഈശോനോട് പറഞ്ഞു, ഈശോനോട് ചോദിക്കുകയാണ് പ്രാർത്ഥനയ്ക്കിടയിൽ, ഓസ്ട്രേലിയ ആണോ, മെഡിക്കലാണോ, ഞാനാണോ വലുത്? നമുക്കങ്ങനെ ഒരു ഗൈഡൻസ് പ്രയർ കിട്ടിയുകൊണ്ട് കർത്താവ് തന്ന കോൺഫിഡൻസിൽ യേശുവെ നീയാണ് വലുതെന്ന് പറഞ്ഞാൽ ആ പയ്യൻ്റെ വീട്ടിൽ പോയി. ആ വീട്ടിലുള്ള എല്ലാവർക്കും ചിക്കൻ ബോക്സാണ്. എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടില്ല അതുവരെ. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ വീട്ടിലൊരു പ്രയർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് അങ്ങനെ ഒരു ധൈര്യത്തിൽ പോയി ചെയ്യും. പക്ഷെ ആ സമയത്ത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടു ഒരു കൃപ ഇങ്ങനെ വന്ന് വീഴുന്ന ഒരു അനുഭവം ഉണ്ട്. ഒരു രോഗസൗഖ്യത്തിൻ്റെ, ഒരു രോഗശാന്തിയുടെ, ഒരു ശുശ്രൂഷയുടെ വരം. അത് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു അഭിഷേകം കിട്ടുക. നമ്മൾ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ, ഞാൻ ആ വീട്ടിൽ ചെന്ന പ്രയർ മീറ്റിംഗിൽ എൻ്റെ സാക്ഷ്യം പങ്കുവച്ചു, അന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് രോഗമൊന്നും വന്നില്ല, മെഡിക്കലൊക്കെ പാസ്സായി, ഒരു കുഴപ്പം വന്നില്ല. ഞാനിത് പറയുന്നതിന് കാരണം, നമ്മൾ സാക്ഷ്യങ്ങൾ പറയാൻ മടിക്കരുത്, കർത്താവിനെ സാക്ഷീകരിക്കാൻ മടിക്കരുത്. ഹല്ലേലൂയ. ഓസ്ട്രേലിയ വെച്ച് ഭയങ്കര പനി വന്ന്, ബുദ്ധിമുട്ട് വന്ന്, മരുന്ന് മേടിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥ. ഈ ഓസ്ട്രേലിയ, അതുപോലെ തന്നെ ഈ മറ്റേ ഇംഗ്ലണ്ട്, അയർലൻഡ്, ഈ രാജ്യങ്ങളൊക്കെ പോയുള്ള ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലത്തെ വലിയൊരു പെട്ടെന്ന് ഓടിച്ചെന്നാൽ മരുന്ന് കിട്ടുന്ന ഫെസിലിറ്റിയും ഫാർമസിയൊക്കെ, ഇവിടെ ആണെങ്കിൽ ഒരു അസ്വസ്ഥതയ്ക്ക് നമ്മൾ ഓടിച്ചെന്ന് ഒരു ഫാർമസി ചെന്ന് കഴിഞ്ഞാൽ മരുന്ന് വേണമെന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് എടുത്ത് തരും. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡോക്ടറെ കാണും, പ്രിസ്ക്രിപ്ഷനൊക്കെ കിട്ടും. ഈ പറയുന്ന അയർലൻഡ്, UK, അമേരിക്ക, ഓസ്ട്രേലിയ, ഈ രാജ്യങ്ങളൊക്കെ പരിപാടി ഒന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ഒരു 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 ബാക്ക്വേർഡ് എന്ന് വേണേൽ പറയും ഈ ഒരു കാര്യത്തിനകത്ത്. നമ്മളെല്ലാവരും ഇന്ത്യയിൽ നിന്ന് എല്ലാവരും യൂറോപ്പിലേക്ക് ഓടാറുണ്ട്, അവിടെ ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട്. അത് ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിന് മുകളിൽ, ഞങ്ങൾ 10 വർഷത്തിന് മുകളിൽ ഇപ്പോൾ വെള്ളക്കാരാണ് ജീവിക്കുന്ന മനുഷ്യർ. അപ്പം 10 വർഷത്തിന് മുകളിൽ ജീവിക്കുന്ന ആരുടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ചിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാടിൻ്റെ ആ ഒരു നന്മകളൊന്നും വാസ്തവത്തിൽ നമ്മൾ കാണാറില്ല. അത് ഭയങ്കര ഒരു ഡ്രോബാക്കാണ്. അപ്പം അന്ന് ഭയങ്കര, ഞാൻ പഠിക്കാൻ പോയ സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് ബുദ്ധിമുട്ടി മരുന്ന് പോലും മേടിക്കാൻ പറ്റാതെ വിഷമിച്ചിരുന്ന സമയത്ത് അന്ന് കർത്താവിനോട് ആവശ്യപ്പെട്ടു, തെരുവിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഹോംലെസ് ആയിട്ട് കിടക്കുന്ന മനുഷ്യരുണ്ട്. ഇങ്ങനെ ഹോംലെസ് ആയിട്ടൊക്കെ കിടന്ന് പനി വന്ന് മരിച്ചു പോവുക. അങ്ങനെ കിടക്കുന്ന ഒത്തിരിയും പേരുണ്ട്. ഇതൊന്നും പുറം ലോകം പോലും അറിയാറില്ല. ഈ വിദേശ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, ഞാൻ ആ രാജ്യങ്ങളെ വേറൊന്നും പറയുന്നില്ല.
ചിലരൊക്കെ വലിയ സംഭവമായിട്ട് കാണുന്നവരുണ്ട്. അപ്പം അന്ന് തെരുവിലൊക്കെ കിടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുണ്ട്. ഈ 10,000-ങ്ങളെ ഒന്നും ഈ ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് പറഞ്ഞ് വൈകിട്ട് പോലീസ് വന്നിട്ട് ഉറങ്ങിക്കിടക്കുന്നവരെ അടിച്ചെഴുന്നേൽപ്പിച്ച് അവിടെ നിന്ന് ഓടിച്ചു വിടും. കാരണം പുറത്തുനിന്ന് ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഈ രാജ്യത്തിൻ്റെ പേര് പോകരുത്. എല്ലാ രാജ്യങ്ങളും ഉണ്ട് ഇതുപോലെ മനുഷ്യർ മരുന്ന് മേടിക്കാൻ കഴിയാത്ത വ്യക്തികൾ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഇടയിലോട്ട് കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് അയച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ വ്യക്തികളുടെ അടുത്ത് ചെയ്യുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഞാൻ രോഗിയായിട്ട് നിൽക്കുമ്പോഴാണ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ അവരോട് എൻ്റെ സാക്ഷ്യങ്ങളും പറയാൻ തുടങ്ങി. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, കാരണം നമുക്ക് മരുന്ന് കിട്ടാൻ മാർഗ്ഗമില്ല, ഫാർമസി പ്രിസ്ക്രിപ്ഷൻ വേണം, ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പല സ്ട്രഗിളുകളാണ്, ആരും സഹായിക്കാനില്ല. അങ്ങനെയുള്ള ആയിരക്കണക്കിന് മനുഷ്യർ അങ്ങനെയുള്ളവരൊക്കെ കടന്ന് മരിക്കുകയാണ് ഓരോ സ്ഥലത്ത്. ഭയങ്കര ദൗർഭാഗ്യകരമായ അവസ്ഥകളാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഹെൽത്ത് സെക്ടറിൽ. നിങ്ങളൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണം പോകാൻ കേട്ടോ, പേരൻസൊക്കെ പ്രത്യേകിച്ച്. അങ്ങനെ ഒരു കാര്യം കർത്താവ് ഉള്ളിൽ പറയുന്നു. ആരൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്, ഇറ്റ്സ് ഗുഡ്, സമ്മറിൽ പോകാൻ ശ്രമിക്കുക. പോയാൽ തന്നെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, അത് ഓർത്തോ. അപ്പം അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അത്ഭുതകരമായ ദൈവശക്തി കടന്നു വന്ന് അവരെ സൗഖ്യമാക്കാൻ തുടങ്ങി. അങ്ങനെ 8 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, 20 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, 30 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുറേ അങ്ങ് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം എൻ്റെ സകല രോഗം വിട്ടുപോയി. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഫുള്ളി ചാർജിലായി. എൻ്റെ കാരണം എന്നാ, ആ സമയത്ത് സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ ശക്തി അവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ ശക്തി നമ്മുടെ നടുവിലും വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. When Jesus heals you, he heals you പെർഫെക്റ്റ് ആയിട്ടുള്ള ഹീലിംഗിന് കർത്താവ് നൽകുന്നത്. മർക്കോസ് 16:17 ഈ വചനം ഏറ്റെടുത്ത് വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവരുടെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. യേശുവിൻ്റെ നാമത്തിൽ അസ്വസ്ഥകൾ ഉണ്ടാകുന്ന എല്ലാ പിശാചുകളും ഈ വചനത്തിൻ്റെ ശക്തിയാണ്, യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ്, ബഹിഷ്കരിക്കപ്പെടട്ടെ. പുതിയ ഭാഷകൾ സംസാരിക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. എന്താ ഈ സർപ്പങ്ങളെ കയ്യിലെടുക്കുമെന്ന് പറഞ്ഞു? സർപ്പങ്ങൾ ലിറ്ററലി പാമ്പുകൾ എന്ന് വേണം എടുക്കുക, അല്ലെങ്കിൽ എന്താണ് സർപ്പങ്ങൾ? സർപ്പൻ സ്പിരിറ്റ്സ്, പൈത്തോണിക് സ്പിരിറ്റ്സ് ഉണ്ട്, ലെവിയാഥൻ സ്പിരിറ്റ്സ് ഉണ്ട്. ഈ പറയുന്ന അന്ധകാര രൂപികളുടെ ഡിഫറെൻറ്റ് ലെയറുകളുണ്ട്. അപ്പോൾ അതിനെയാണ് പൈത്തോണിക് സ്പിരിറ്റുകൾ എന്ന് പറയും. ആ സ്പിരിറ്റുകളെ കയ്യിലെടുക്കുമെന്ന്, അതായത് അധികാരത്തിന് അവയെ കയ്യിലെടുക്കും. ഇത്രയും നാൾ മനുഷ്യനെ അടയ്ക്കുവാണ് അല്ലെങ്കിൽ ആധിപത്യം പുലർത്തിയതിനെ കരങ്ങളിലെടുക്കും. അതുപോലത്തെ ഒരു അധികാരത്തിൻ്റെ അഭിഷേകം ഈ വചനത്തിൻ്റെ ശക്തിയിലൂടെ ഇപ്പോൾ വെളിപ്പെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ പൈത്തോണിക് സ്പിരിറ്റുകളെ, റെപ്റ്റീലിയൻ സ്പിരിറ്റുകളെ, അനഫേലിയൻ സ്പിരിറ്റുകളെ ഈ വചനത്തിൻ്റെ ശക്തിയാണ്, യേശുവിൻ്റെ ശക്തിയെ ഞങ്ങൾ കരങ്ങളിലെടുക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഈ നിമിഷം യേശുവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെ തന്നെ മുദ്രയിടുന്നു. എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ച്, യേശുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ശിരസ്സിനെ, എൻ്റെ ആത്മശരീരത്തെ, എൻ്റെ സ്പിരിറ്റിനെ, സോളിനെ, ബോഡിയിലെ യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടും. ഒരുപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് സാത്താനെ മറികടക്കുന്ന എങ്ങനെ, കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും. ഹല്ലേലൂയ. ഇവിടെ യേശു പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ബഹുവചനമാണ് പറയുന്നത്, പിശാച്ച് എന്നല്ല പറഞ്ഞത്, പിശാചുക്കൾ. അപ്പോൾ ഒരു സ്പിരിറ്റിൽ ഡിഫറെൻറ്റ് സ്പിരിറ്റ്സിനെ അവിടെ കാണിക്കും. പിന്നെ പറയുന്നത് സർപ്പങ്ങൾ, അത് റെപ്റ്റൈലിൻ വേറൊരു ഒരു ഒരു പൈത്തോണിക് സ്പിരിറ്റ്സാണ്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പിരിറ്റ്സ് ഉണ്ട്. ഇത് മനുഷ്യരെ പലതരത്തിൽ അവരെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന ആ സ്പിരിറ്റ്സിൻ്റെ മേൽ യേശുവിൻ്റെ ഉദ്ധാനം ചെയ്ത് യേശുവിനുള്ള അധികാരത്തെ യേശു വെളിപ്പെടുത്തുകയാണ്. അപ്പം നമുക്ക് ചില സമയത്ത് വരുന്ന ഈ അസ്വസ്ഥതകൾ, പിശാചുകളിൽ നിന്ന് വരുന്നത്, ഈ പൈത്തോണിക് സ്പിരിറ്റുകളിൽ നിന്ന് വരുന്നത്, ഇതിൻ്റെ മേൽ അധികാരം വെളിപ്പെടുമ്പോൾ ഈ അസ്വസ്ഥതകൾ വിട്ടുമാറും. അപ്പോൾ ഇന്ന് ഈ കൂട്ടായ്മയിൽ നമ്മളിൽ ആരെങ്കിലും ഇത്തരത്തിൽ ദുഷ്ടാരൂപികൾ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ ഈ വചനം, യേശു പറഞ്ഞ ഈ വചനത്തിൻ്റെ ശക്തിയിലൂടെ എന്നേക്കുമായി അവ ബഹിഷ്കരിക്കപ്പെടട്ടെ, ബന്ധിക്കപ്പെടട്ടെ, തീപ്പൊയ്കയിലേക്ക് പോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങളുടെ രോഗം, നിങ്ങളുടെ അസ്വസ്ഥയുള്ള ഭാഗത്ത് കരം വെച്ചിട്ട് പറഞ്ഞ്, എൻ്റെ ശരീരത്തെ ക്ലെയിം ചെയ്യുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ സ്പിരിറ്റുകളും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിൽ നിന്ന്, എൻ്റെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ ഭൗതിക ജീവിതത്തിൽ നിന്ന്, എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുവാൻ യേശുവിൻ്റെ നാമത്തിൽ ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുന്നു. മർക്കോസ് 16:17 വചനത്തിൻ്റെ ശക്തിയിലൂടെ ഞങ്ങൾ കൽപ്പിക്കുന്നു. എല്ലാ ആഭിചാര, ദുഷ്കർമ്മ, മന്ത്രവാദ, കൂടോത്ര, ക്ഷുദ്രക്രിയ, എല്ലാവിധ ദുർഭൂത ശക്തികളും അതിൻ്റെ ആഭിചാര കേന്ദ്രങ്ങളിൽ നിന്ന്
വരുന്ന എല്ലാ അസ്വസ്ഥതകളും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ യേശുവിന്റെ രക്തത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തിന്റെ ശക്തിയിലൂടെ മർക്കോസ് 16:17 വചനത്തിന്റെ അഭിഷേകം ഇപ്പോൾ വെളിപ്പെടുമ്പോൾ എല്ലാ ദുഷ്ടശക്തികളെയും ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദുഷ്ടശക്തികളും വിട്ടുപോടെ യേശുവിന്റെ അധികാരമുള്ള വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടാകുമായിരിക്കും എന്നല്ല യേശു പറയുന്നത്. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അടയാളങ്ങൾ പറഞ്ഞു. അടയാളങ്ങൾ ദൈവം അടയാളം നൽകുന്നവരാണ്. ദൈവം അടയാളം ഇടുന്നവരാണ്. മോശയ്ക്ക് മുൾപ്പടർപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അടയാളം ഇട്ടില്ലേ? അടയാളം ഇട്ടു. ഇന്നും ആ കല്ലുകൾ നമ്മൾ നോക്കുമ്പോൾ ആ കല്ലുകളിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടയാളം അവിടെയുണ്ട്. അല്ലെങ്കിൽ ദൈവമഹത്വം അവിടെ വ്യാപരിച്ചതിൻ്റെ അടയാളമുണ്ട്. അപ്പം വിശ്വസിച്ച് കഴിയുമ്പോൾ അവിടെ അടയാളങ്ങൾ സംഭവിക്കും. ദൈവത്തിന് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് ആ വിശ്വാസത്തിൻ്റെ ശക്തി നമ്മുടെ നടുവിൽ വെളിപ്പെടും. വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ പരിഹാര ബലിയിലേക്ക് നമ്മുടെ അസ്വസ്ഥതകളെ സമർപ്പിക്കണം. ആ സമർപ്പിക്കുന്ന സമയത്ത് അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും. പിശാചുകളെ എൻ്റെ നാമത്തിൽ ബഹിഷ്കരിക്കും. അപ്പോൾ പിശാചുകളെ ബഹിഷ്കരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന അല്ല, യേശുവിൻ്റെ നാമത്തിലാണ്. ആ നാമം ഉപയോഗിക്കുമ്പോൾ യേശുവ എന്ന നാമം ഉപയോഗിക്കുമ്പോൾ പിശാചുകൾ ബഹിഷ്കരിക്കപ്പെടണമെങ്കിൽ പിശാചുക്കളുടെ മേൽ ആ നാമത്തിനൊരു അധികാരമുണ്ട്. എങ്ങനെയാണ് അധികാരം കിട്ടിയേ? മോശയുടെ കൽപ്പനകളിലൂടെ ഉള്ള എല്ലാ നിയമങ്ങളും കൽപ്പനകളും ഒന്നുപോലും തെറ്റിക്കാതെ ഈ ഭൂമിയിൽ പരിപൂർണ വിശുദ്ധനായി ജീവിച്ച് നിനക്കും എനിക്കും വേണ്ടി നിഷ്കളങ്കനായ യേശു പരിഹാര ബലിയായി തീർന്ന് സ്വന്തം രക്തത്തിലൂടെ പുതിയ നിയമം രചിച്ചുകൊണ്ട് സാത്താനെ, അവൻ്റെ ആധിപത്യങ്ങളെ, അധികാരങ്ങളെ കാൽവരി മലമുകളിൽ യേശു നിരായുധമാക്കി. ഗലാത്യ ലേഖനം 3:13 നമ്മൾ കാണുന്നു. മരത്തിന്മേൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ ക്രിസ്തു നമ്മെ പ്രതി ശാപമായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചു. അപ്പം നിയമം മനുഷ്യൻ തെറ്റിക്കുന്നു, ആ നിയമം തെറ്റിക്കുന്നു, ഈ നിയമം തെറ്റിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാത്താൻ ഇടുന്ന എല്ലാ ക്ലെയിമുകളെയും സാത്താൻ്റെ സകല ക്ലെയിമുകളെയും ക്രൂശിലെ പരിഹാര ബലിയുടെ യോഗ്യതയിലൂടെ യേശു തകർത്തെറിയുകയാണ്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിന് എടുത്തു കാണിക്കുന്ന ഗലാത്യ 3:13 അടയാളങ്ങൾ ഇപ്പോൾ സംഭവിക്കും. വേട്ടയാടപ്പെടുന്ന ശാപങ്ങൾ, വേട്ടയാടപ്പെടുന്ന രോഗാവസ്ഥകൾ, വേട്ടയാടപ്പെടുന്ന അസ്വസ്ഥതകൾ, വേട്ടയാടപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാക്കപ്പെടട്ടെ. വേട്ടയാടപ്പെടുന്ന എല്ലാ അസ്വസ്ഥതകളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാക്കപ്പെടട്ടെ. ഹല്ലേലൂയ. മാരകമായത് എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. നമുക്കെതിരെ ചിലപ്പോൾ ദുഷ്ടാരൂപികളുടെ പദ്ധതികൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ ശരീരത്തിൽ ചില സമയത്ത്. ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്, സംതിങ് ഈസ് ഗോയിങ് ഓൺ. ഒരു വാർഫെയർ നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയണം, കർത്താവ് ഈ യുദ്ധം നിൻ്റേതാണ്, ഇത് എൻ്റേതല്ല. ഇറ്റ് ഡസൻറ്റ് ബിലോങ് ടു മീ. ഈ യുദ്ധം ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പറഞ്ഞ് ഇന്ന് ഈ നിമിഷം നമ്മളെ അലട്ടുന്ന ആ അസ്വസ്ഥതകളെ മുഴുവൻ, ആ ഒരു വാർഫെയറിന് ചില സമയത്ത് നമുക്ക് വാർഫെയറുകൾ വരാറുണ്ട്. ദുഷ്ടാരൂപിയുടെ വാർഫെയർ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ യുദ്ധം എന്തിനെതിരെയാണ്? എഫേസസ് ലേഖനം 6 നമ്മൾ കാണുന്നുണ്ട്. നമുക്കൊരു യുദ്ധമുണ്ട്. ആ യുദ്ധം ആർക്കെതിരെയാണ്? എഫേസസ് ലേഖനം 6. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Holy Spirit, I love Jesus. എഫേസസ് 6:10. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താന്റെ കുടിലതന്ത്രങ്ങൾ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന് അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അപ്പോൾ വാർഫെയർ ഉണ്ടെങ്കിൽ അവിടെ അപ്പസ്വരം പഠിപ്പിക്കുകയാണ്, ഞാൻ എന്ന് പറയുന്നില്ല, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല,
യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മളെല്ലാം യേശുവിൻ്റെ സ്പിരിച്വൽ ബോഡിയിൽ കണക്റ്റഡാണ്. അപ്പം നമ്മൾ തനിച്ചല്ല, കർത്താവ് ഇതിനകത്തുണ്ട്. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന എല്ലാ കാര്യത്തിനകത്തും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ മാംസത്തിന് രക്തത്തിനെതിരായിട്ടല്ല, പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന് അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. ഈ പടവെട്ടുന്നതിനകത്ത് നമ്മൾ ഓൾറെഡി വിജയിച്ച് കഴിഞ്ഞവൻ്റെ കൂടെയാണ്. വിജയിച്ച് കഴിഞ്ഞ കർത്താവിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഓൾറെഡി സാത്താൻ പരാജയപ്പെട്ടു. ഇവിടെ നമുക്ക് അസ്വസ്ഥതകൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതൊന്നു മാത്രം, വിജയിച്ചവൻ്റെ പ്രവൃത്തിയിലേക്ക് നമ്മളെ ഇന്ന് അലട്ടുന്ന അസ്വസ്ഥതകളെ മുഴുവൻ സമർപ്പിക്കുക. എങ്ങനെയാണ് സാത്താൻ്റെ മേൽ നമുക്ക് വിജയം കിട്ടുന്നത്? സമയത്തിനും കാലത്തിനും മുകളിൽ ദൈവം ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയാണ് ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി, യേശുവിൻ്റെ പരിഹാരം ബലി. ഇന്ന് ഞാനിത് പറയുമ്പോൾ ഒരു സെക്കൻഡ് മുമ്പ് അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് കർത്താവിൻ്റെ കുരിശുബലി. അത് സമയത്തിൻ്റെ ഈ ടൈം ആക്സസിന് വെളിയിലാണ് ആ കാൽവരി മല മുകളിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫിനിഷ്ഡ് വർക്ക് നിൽക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന ഈ സെക്കൻഡിൽ, നമ്മൾ സമർപ്പിക്കുന്ന ഈ നിമിഷം, ആ ഫിനിഷ്ഡ് വർക്കിൻ്റെ യേശുവിൻ്റെ ക്രൂശിലെ പരിഹാര ബലിയുടെ ശക്തി നമ്മളെ ആഴത്തിൽ പൊതിഞ്ഞു പിടിക്കും. ഒരു നിമിഷം കണ്ണുകളടച്ച് കണ്ടേ, മണിക്കൂറുകൾ യേശു ആ ക്രൂശിൽ കിടക്കുക. നമ്മൾ പടവെട്ടുന്നതെല്ലാം ഇന്ന് കർത്താവിൻ്റെ ക്രൂശിലെ ബലിയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ കുരിശു ബലിയാണ് യഥാർത്ഥത്തിൽ പടവെട്ടുന്നത്. ഇന്ന് നിന്നെ അസ്വസ്ഥപ്പെടുന്ന സകല അസ്വസ്ഥതകൾക്കും എതിരെ കർത്താവ് കുരിശിൽ കടന്ന് ഈ നിമിഷം പടവെട്ടുക. യെസ്, മണിക്കൂറുകൾ ആ കൈ ഇങ്ങനെ വിരിച്ചു പിടിച്ച രണ്ടാണിയേൽ കൈകളും കാലും 3 ആണികളുടെ മേൽ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ മണിക്കൂറുകൾ യേശുവിൻ്റെ ശരീരം കടന്നുപോയ ആ ക്ഷതങ്ങൾ, ആ വേദനകൾ, കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുന്നത്, വിധവയായ സ്ത്രീയുടെ മകനെ സൗഖ്യം കൊടുത്ത് മരിച്ച മകന് ജീവൻ നൽകി, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, മക്തലിനെക്കാരി മറിയത്തെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് മുൻപിൽ നിന്ന് രക്ഷിച്ചത്, കുരുടന്റെ കണ്ണിനെ തുറന്നത്, ചെകിടന് കേൾവി കൊടുത്തത്, അനേക കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയത്, ആരും തിരിഞ്ഞു നോക്കാതെ എല്ലാവരും ഉപേക്ഷിച്ചു പോയ ഗരസേനരുടെ നാട്ടിൽ സെമിത്തേരിയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു പാവ മനുഷ്യനെ തേടിപ്പോയി അവന് കണ്ട് അവന് സൗഖ്യം കൊടുത്തവൻ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവൻ, വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നവൻ, പത്രോസിനെ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടത്തി. കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോകുന്ന നിമിഷം ആ കുടുംബം വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ കുടുംബത്തിന് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചവൻ. യേശുവിൻ്റെ ഓരോ സൗഖ്യങ്ങളും അത് മറ്റുള്ളവരെ താൻ ആരാന്ന് കാണിക്കാൻ വേണ്ടിയല്ലായിരുന്നു. തകർന്ന് തരിപ്പണമായി കിടന്ന മനുഷ്യർ, ആരോരുമില്ലാതിരുന്ന മനുഷ്യർ, ഗത്യന്തരമില്ലാതിരുന്ന മനുഷ്യർ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലേക്ക് അവൻ കടന്നുപോയി. ദൈവം കൂടെയുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളതിൻ്റെ ആ മാർക്ക് അടയാളമിട്ടതാണ്. ആ ദൈവം ആരോരുമില്ലാത്തവർക്ക്, ഇന്ന് ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാത്തവർക്ക്, വേദനിക്കുന്നവർക്ക്, വിഷമിക്കുന്നവർക്ക്, ശാരീരിക അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്നവർക്ക്, കടഭാരത്തിലൂടെ കടന്നു പോകുന്നവർക്ക്, അസ്വസ്ഥതകളിലൂടെ, രോഗാവസ്ഥയിലൂടെ, ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർക്ക് അവിടുന്ന് സൗഖ്യം നൽകുകയാണ്. ആ സൗഖ്യം ഇന്ന് വർഷിക്കപ്പെടുന്നു. അനേക ആത്മാക്കളിലേക്ക് അത് വർഷിക്കപ്പെടുന്നു. നീ ആയിരിക്കുന്ന മുറി മുഴുവനും ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടുന്നു. ഈ നിമിഷം നിന്റെ വേദന നിനക്ക് വേണ്ടി യേശു പടവെട്ടുകയാണ്. ക്രൂശിൽ അവൻ നിനക്ക് വേണ്ടി ആ വേദനയെ ഏറ്റെടുക്കുന്നു. കർത്താവിൻ്റെ ശരീരം മണിക്കൂറുകൾ, നമുക്ക് ചെറിയൊരു ഗ്യാസ് ട്രബിൾ വരുമ്പോൾ നമ്മൾ പരാതിപ്പെടുകയാണ്. എന്നാൽ യേശുവിൻ്റെ ശരീരം തകർക്കപ്പെട്ടു, ഉഴവുചാല് കീറുന്നത് പോലെ, ഒരു കണ്ടം ഉഴുതുമറിയുന്നത് പോലെ ഉഴുതുമറിയപ്പെട്ട ആ ശരീരം, തൊലി മുഴുവൻ ഉരിഞ്ഞെടുക്കപ്പെട്ടു, വസ്ത്രത്തിൽ നിന്ന് വസ്ത്രം ഊരിയെടുത്തു, നഗ്നനാക്കപ്പെട്ടു, വിവസ്ത്രനാക്കപ്പെട്ടു, ആ വയറൊക്കെ അടിച്ച് തകർക്കപ്പെട്ടു. ആ സമയത്ത് യേശു നമുക്ക് വേണ്ടി ശരീരത്തിൽ ആ വേദന ഏറ്റെടുത്തുകൊണ്ട് പടവെട്ടുകയാണ്. ഇന്ന് കടന്നു പോകുന്ന എല്ലാ നൊമ്പരങ്ങളെയും വേദനകളെയും അസ്വസ്ഥതകളെയും നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന യേശു ആ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി. അവൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരം, ഒരു സൗഖ്യം ആഗ്രഹിച്ചപ്പോൾ അവൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആ സ്പർശനം ദൈവം തന്നെ കൊടുത്തുകൊണ്ട് അവനെ ചേർത്ത് നിർത്തി സൗഖ്യമാക്കി. ആ സൗഖ്യമാക്കിയവൻ കുരിശിൽ കിടന്ന് പടവെട്ടുക. 2026 ഏപ്രിൽ മാസം ഈ 30-ാം തീയതി കുറേ മക്കൾ കണ്ണുനീരോടെ എൻ്റെ അടുത്ത് വരും. അന്ന് അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് വേണ്ടി, ഞാനിത് പറയുമ്പോൾ തന്നെ കുരിശുബലിയിലേക്ക് നമ്മൾ നമ്മുടെ വേദനയെ സമർപ്പിക്കുമ്പോൾ അന്ന് കർത്താവ്, അല്ലെങ്കിൽ ഇപ്പോൾ കർത്താവ് പടവെട്ടുകയാണ് കുരിശെ കടന്നിട്ട്.
യേശുവിൻ്റെ ഫിനിഷ്ഡ് വർക്കിൻ്റെ ഉള്ളിലേക്ക്. അത് സമയത്തിന് വെളിയിലാണ്. ഇപ്പോൾ സമർപ്പിക്കുന്ന സമയത്ത് നിന്റെ വേദനയെ, രോഗത്തെ അവിടുന്ന് ഏറ്റെടുക്കും. യെശയ്യ 53:5 വചനത്തിൻ്റെ ശക്തി ഇതാ നമ്മുടെ നടുവിൽ വെളിപ്പെടുന്നു. 1 പത്രോസ് 2:24 വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ നടുവിൽ വെളിപ്പെടുന്നു. കൊളോസസ് 2:14-15 വചനത്തിൻ്റെ പവർ ഈ നിമിഷം നമ്മുടെ നടുവിലേക്ക് വ്യാപരിക്കുന്നു. വലിയ സൗഖ്യം സംഭവിക്കുന്നു. ഐ ക്യാൻ ഫീൽ ദ പ്രസൻസ് ഓഫ് ജീസസ്. യേശുവിൻ്റെ സാന്നിധ്യം അതിശക്തമായി ഒരു തിരമാല പോലെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഇതാ കടന്നു വരുന്നു. such a flood of his presence, mighty presence of Jesus is moving here in this place. അതിശക്തമായ യേശുവിൻ്റെ സാന്നിധ്യം, അതിശക്തമായ യേശുവിൻ്റെ സാന്നിധ്യം, അതിശക്തമായ യേശുവിൻ്റെ സാന്നിധ്യം ഈ കൂട്ടായ്മയിലേക്ക് ഈ നിമിഷം ഇറങ്ങി നിൽക്കുന്നു. അനേക രോഗികളെ യേശു നേരിട്ട് ഇറങ്ങുമെന്ന് സൗഖ്യം നൽകുന്നു. കുടുംബത്തിൽ രോഗാവസ്ഥയിൽ കടന്നു പോകുന്നവർ കർത്താവ് സൗഖ്യം നൽകുന്നു. നിനക്കെതിരെയുള്ള ഇൻവെസ്റ്റിഗേഷനുകൾ, ജോലി സ്ഥലത്ത്, കൂട്ടായ്മകളിൽ, വീടുകളിൽ നിനക്കെതിരെ ആർക്കെതിരെയൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിനക്ക് അനുകൂലമാക്കുന്ന ദൈവത്തിന്റെ കൃപ ഈ നിമിഷം വെളിപ്പെടുന്നു. വലിയ വിടുതലുകൾ നടക്കുന്നു കേട്ടോ. വലിയ വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ ഈ നിമിഷം സംഭവിക്കുന്നു. Mighty presence of Jesus is moving so powerfully. So powerfully. Thank you, Jesus. Thank you, Holy Spirit. Thank you, Holy Spirit. I am the God that healeth thee. ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ഞാൻ സൗഖ്യമാക്കുന്ന കർത്താവാണ്. ഞാൻ സൗഖ്യമാക്കുന്ന അപ്പനാണ്. സൗഖ്യമാക്കുന്ന അപ്പനാണ്. നമുക്ക് ശരീരം നൽകിയവൻ. ആ ശരീരത്തിൽ നമുക്ക് സൗഖ്യം നൽകുന്നതിനായി, ആ ശരീരത്തിൽ, പാപകരമായ ശരീരത്തിൽ നമുക്ക് വേണ്ടി അവൻ ശിക്ഷ ഏറ്റെടുത്തു. അവൻ്റെ മുറിവിലൂടെ നമ്മൾ സൗഖ്യമുള്ളവരായിത്തീരുന്നു. റിസീവ് ദാറ്റ് ഹീലിംഗ് നൗ. യേശുവിൻ്റെ മുറിവിലൂടെയുള്ള ആ സൗഖ്യത്തിൻ്റെ വലിയ മഹത്വം. രോഗമുള്ള ഭാഗത്തേക്ക് ആരംഭിച്ചു കേട്ടോ. രോഗമുള്ള ഭാഗത്തേക്ക് ആരംഭിച്ചു. രോഗമുള്ള ഭാഗത്തേക്ക് ആരംഭിച്ചു. ആ രോഗത്തിന് ഇനി അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ഇറങ്ങും. ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ അഭിഷേകം നമ്മൾ വ്യാപരിക്കുകയാണ്. ആ രോഗത്തിന് നമ്മുടെ മേൽ കർത്തൃത്വമില്ല. കർത്തൃത്വമുള്ളത് യേശുവിനാണ്, യേശുവിൻ്റെ ആത്മാവിൻ്റെ ശക്തിക്കാണ്. അത് നമ്മുടെ ജീവിതത്തെ മർത്യ ശരീരങ്ങളിലേക്ക് ഇപ്പോൾ യേശുവിൻ്റെ ശക്തിയിലൂടെ ജീവനെ പ്രദാനം ചെയ്യുന്നു. ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കരനീട്ടി പ്രാർത്ഥിച്ച യേശുവേ, വലിയ സൗഖ്യം അനുഭവിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന ഈ ഒരു സമയത്തിനായി നന്ദി പറയുന്നു. വലിയ സൗഖ്യത്തിനായി നന്ദി പറയുന്നു. ലൈജി ജോസഫിനെ സമർപ്പിക്കുന്നു. ജിജി പീറ്ററിനെ സമർപ്പിക്കുന്നു. ഇവിടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്ന ഓരോ മക്കളെ സമർപ്പിക്കുക. ഓരോ മക്കളെ സമർപ്പിക്കുക. ഫാദർ, യു ആർ പവർഫുൾ. യു ആർ പവർഫുൾ. ഇപ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി പടവെട്ടുന്നു. അങ്ങനെ എന്നെ കർത്താവ് എടുത്തു കാണിക്കും. നിനക്ക് വേണ്ടി ഇപ്പോൾ കർത്താവ് പടവെട്ടുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട് നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി എന്ന് പറയുന്ന വാസ്തവത്തിൽ കുരിശെ കടന്നുകൊണ്ട് അവൻ പടവെട്ടു. ഇന്ന് നമ്മുടെ വേദനകളെ നമ്മൾ സമർപ്പിക്കുന്ന സമയത്ത് ലിറ്ററലി അന്ന് കർത്താവ് ക്രൂശിൽ ആ സഹനങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത്, അത് ഞാൻ പറഞ്ഞില്ല, അത് സമയത്തിന് വെളി നിൽക്കുന്നൊരു കാര്യം. ഇന്ന് വിശ്വസിച്ച് നമ്മളെ സമർപ്പിക്കുന്ന സമയത്ത് കുരിശെ കടന്നുകൊണ്ട് കർത്താവ് പടവെട്ടുവാൻ, നിന്റെ പേര് വിളിച്ച് നിനക്ക് വേണ്ടി പടവെട്ടുവാൻ. അനീഷ, നിനക്ക് വേണ്ടി ഈ വേദന ഞാൻ ഏറ്റെടുക്കും. അനീഷ, നിനക്ക് വേണ്ടി ഈ സഹനത്തെ ഞാൻ ഏറ്റെടുക്കും. സുനോജ് ബി അബ്രാഹം ഏറ്റെടുക്കുകയാണ്. ആ നിന്ദനത്തെ യേശു ഏറ്റെടുക്കുക. ആ തിരസ്കരണത്തെ യേശു ഏറ്റെടുക്കുക. ആ കളിയാക്കലുകളെ യേശു ഏറ്റെടുക്കുക. ആ ഒറ്റപ്പെടലിനെ യേശു ഏറ്റെടുക്കുക. ഒറ്റപ്പെട്ടു പോയി കർത്താവ്, ഒറ്റപ്പെടലിനെ കർത്താവ് ഏറ്റെടുക്കുക. നമ്മളൊക്കെ കടന്നു പോകുന്ന ഒറ്റപ്പെടലുണ്ടല്ലോ, ആ ഒറ്റപ്പെടലിനെ ഏറ്റെടുക്കുക. ക്രിസ്തു അത് ഏറ്റെടുക്കുമ്പോൾ വലിയൊരു ഫ്രീഡം, ഡെലിവറൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് അവിടെ നയിക്കുകയാണ്. ജോവിൻ ജേക്കബ്, യെസ്, വൺ ആൻഡ് ഓൺലി സേവിയർ. അവൻ ഏകരക്ഷകനാണ്. അവൻ എങ്ങനെ ഏകരക്ഷകനായത്? വേറെ ആരെ ഏറ്റെടുത്ത്? വേറെ ആരും ഏറ്റെടുത്തില്ല. അതാണ് നമ്മൾ ഏകരക്ഷകനെ യേശു എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ അവരുടെ ദൈവം ഏകരക്ഷകൻ എന്ന് പറയുന്നതല്ല. ഹി ഈസ് ദ ഓൺലി വൺ ഹു ടേക്കൺ ഇറ്റ്. ഹി ടുക്ക് ഇറ്റ്. എനിക്ക് വേണ്ടി അവൻ ഏറ്റെടുത്തു. അതാണ് ഗോസ്പൽ. ഇത് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ആൾക്കാരെ തിരിക്കുമല്ല.
വചനം പറയുകയാണ്, നിനക്ക് വേണ്ടി അവൻ ക്രൂശിൽ കിടന്ന് പടവെട്ടി നിന്റെ പാപത്തെ അവൻ ഏറ്റെടുത്തു. അത് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കടന്നു പോകുന്ന എല്ലാ അസ്വസ്ഥതകളെയും അവൻ ഏറ്റെടുക്കുകയാണ്. ഈ നിമിഷം യേശു അത് തന്നിലേക്ക് ഏറ്റെടുക്കുകയാണ്. ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ്. അതായത് ഈ ഭൂമിയിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ഈ ക്രൂശിത രൂപത്തിലേക്ക് നിങ്ങൾ നോക്കിക്കുകയും, ഒരു ക്രൂശിത രൂപത്തിൽ കർത്താവ് ഇങ്ങനെ ക്രൂശിൽ കിടക്കുന്നത്, ആ രൂപം നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ വേദന മുഴുവനും യേശു ഏറ്റെടുത്തത് നിനക്ക് വേണ്ടിയാണ്. He took it upon himself. 2 കയ്യിലും ആണി കുത്തി തുളയ്ക്കപ്പെട്ടു, കാലയിൽ ആണി കുത്തി തുളയ്ക്കപ്പെട്ടു. ഇതിനകത്തൊരു തുണിയെങ്കിലും ഉണ്ടല്ലേ? യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ശരീരം മുഴുവൻ തകർക്കപ്പെട്ടു, ഉഴവുചാല് കീറുന്നതുപോലെ കീറി മുറിക്കപ്പെട്ടു. ആ കീറി മുറിക്കപ്പെടുന്ന സമയത്ത് എല്ലാ നിന്ദനങ്ങളും ഒറ്റപ്പെടലുകളും ഏറ്റെടുത്തു. നമ്മൾ കുരിശിൻ്റെ വഴിയിലൊക്കെ പ്രാർത്ഥന പറയുന്നത്, വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന, തൊലി പോലും ഉരിഞ്ഞു പോയി. ആ വേദനയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആത്മാവിൽ കർത്താവ് ഒരു കാര്യം ചെയ്യുകയാണ്. അതാണ് കൊളോസോസ് ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടുന്ന് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി. യെസ്, ഇന്ന് യേശുവിൻ്റെ സഹനത്തിൽ ഞാൻ എൻ്റെ സഹനത്തെ സമർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി എൻ്റെ യേശു പടവെട്ടുന്നു. എൻ്റെ ശരീരത്തിൻ്റെ സൗഖ്യത്തിനായി, എൻ്റെ മനസ്സിൻ്റെ വിടുതലിനായി, എൻ്റെ ജോലി മേഖലകളുടെ വിടുതലിനായി എൻ്റെ യേശു എനിക്ക് വേണ്ടി എൻ്റെ സഹനത്തെ ഏറ്റെടുക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊളോസോസ് 2:14-15 വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ കടന്നു വരുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചു. വലിയ അഭിഷേകം വെളിപ്പെടുന്നു, വലിയ അഭിഷേകം വെളിപ്പെടുന്നു. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അപ്പം കുരിശിൽ എന്നാ സംഭവിക്കുന്നത്? കുരിശിൽ കടന്നുകൊണ്ട് യേശു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി. നിന്റെ മേൽ, നിന്റെ കുടുംബത്തിൻ്റെ മേൽ, നിന്റെ ജീവിതത്തിൻ്റെ മേൽ ക്ലെയിം ഇടുന്ന എല്ലാ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും യേശു നിരായുധമാക്കി. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. പറഞ്ഞേ, എന്നെ അസ്വസ്ഥപ്പെടുന്ന അസ്വസ്ഥതകളെ, എല്ലാ ആധിപത്യങ്ങളെ, അധികാരങ്ങളെ, ദുഷ്ടാരൂപിയുടെ അന്ധകാര അധികാരങ്ങളെ അവൻ നിരായുധമാക്കി. ഇന്ന് അതിൻ്റെ പവർ അനുഭവിക്കുന്നവന് പറയാൻ പറ്റും, എൻ്റെ രക്ഷകനാണ് യേശു, ഏക രക്ഷകനാണ് അവൻ. എന്നെ രക്ഷിച്ചു. എന്നെ അടിമപ്പെടുത്തിയിരുന്ന അന്ധകാര ശക്തികളിൽ നിന്ന്, ആധിപത്യങ്ങളിൽ നിന്ന്, അധികാരങ്ങളിൽ നിന്ന് തൻ്റെ പരിഹാര ബലിയിലൂടെ അവൻ എന്നെ വീണ്ടെടുത്തു. കുരിശിൽ ആ ശക്തികളെ നിരായുധമാക്കി. കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് യേശു ചിന്തിയ വലിയ തിരുരക്തത്തിൻ്റെ ശക്തിയിലൂടെ സാത്താൻ്റെ മേൽ വിജയം നേടിക്കൊണ്ട്, കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യ അവഹേളന പാത്രങ്ങൾ. ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കാൽവരി മലമുകളിൽ യേശു നേടിയ വിജയത്തിൻ്റെ മൈറ്റി പവർ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. പറഞ്ഞേ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ടെറ്റലസ്റ്റായ്. അവസാനമായി യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ഏതായിരുന്നറിയോ? ടെറ്റലസ്റ്റായ്. ടെറ്റലസ്റ്റായ്. ഇതാ ഞാൻ സകലതും നിവർത്തിച്ചിരിക്കുന്നു. സാത്താന്റെ അടിവേര് പറിച്ചുകൊണ്ട്, അവന്റെ തലയെ തകർത്തുകൊണ്ട് ദൈവം ഈ ഭൂമിയിൽ നടത്തിയ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് ടെറ്റലസ്റ്റായ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സാത്താൻ അത് ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നു. യോഹന്നാൻ 19:30 വചനം അത് പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ സാത്താന്റെ വിറയല. കാരണം സാത്താന്റെ അടിവേര് പറഞ്ഞു. ദൈവം സിഗ്നേച്ചർ ഇട്ടു. അവന്റെ മേൽ വിജയം നേടി. ആധിപത്യങ്ങളെയും അധികാരങ്ങളെ നിരായുധമാക്കി. ഇറങ്ങിപ്പോടാ, ഇനി നിനക്ക് എൻ്റെ മക്കളുടെ മേൽ അധികാരമില്ല എന്ന് ദൈവം തൻ്റെ വായിലൂടെ പറഞ്ഞ അവൻ്റെ സകല അധികാരങ്ങളെ, ക്ലെയിമുകളെ, അവൻ്റെ സകല ഉദ്യമങ്ങളെ തൻ്റെ മരണത്തിലൂടെ എന്നേക്കുമായി നിർവീര്യമാക്കി സിഗ്നേച്ചർ ഇട്ടത് രക്തം കൊണ്ട് ഒപ്പിട്ട് ദൈവം ഡിക്ലെയർ ചെയ്യുകയാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ടെറ്റലസ്റ്റായ്. വാതിരം തുറന്ന് പറഞ്ഞേ, ആ ടെറ്റലസ്റ്റായ് ശക്തിയിൽ വയറുവേദന ഇപ്പോൾ സൗഖ്യമാകും. ആ ടെറ്റലസ്റ്റായ് ശക്തിയിൽ ഇന്റേണൽ ഓർഗൻസ് റിന്യൂ ആകുന്നു. ആ ടെറ്റലസ്റ്റായ് ശക്തിയിൽ തലവേദന ഇപ്പോൾ സൗഖ്യമാകുന്നു. ആ ടെറ്റലസ്റ്റായ് ശക്തിയിൽ പുറം വേദന ഇപ്പോൾ സൗഖ്യമാകുന്നു. ആ ടെറ്റലസ്റ്റായ് ശക്തികൾ എല്ലാ കൺദോഷം, എല്ലാ ദോഷങ്ങൾ വിട്ടുമാറും. കർത്താവ് അങ്ങനെയോട് പറയാൻ പറഞ്ഞു, ദോഷങ്ങൾ ടെറ്റലസ്റ്റായ് ശക്തിയിൽ ഇപ്പോൾ വിട്ടുമാറും. ദോഷങ്ങൾ യേശു ഈ നിമിഷം ഏറ്റെടുത്ത് മാറ്റുവാണ് കേട്ടോ. കർത്താവിൻ്റെ കുരിശിലെ പരിഹാര ബലി നിന്റെ ദോഷങ്ങളെ ഏറ്റെടുത്ത്
ആ ടെറ്റലസ്റ്റായ ശക്തി അതിനെ മുഴുവൻ നീക്കം ചെയ്യും. മാർച്ച് മാസം മുതൽ അനുഭവിക്കുന്ന ചില ദോഷങ്ങൾ, ചില അസ്വസ്ഥത, അത് മുഴുവൻ യേശു വലിച്ചെടുക്കും. കുരിശിൽ അവയുടെ മേൽ കർത്താവ് വിജയം ആഘോഷിച്ചതാണ്. സമർപ്പിച്ചു. യേശു ഞങ്ങളുടെ ക്രൂശിലേക്ക് സമർപ്പിക്കുന്നു. അവ ഏറ്റെടുക്കുന്നതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ബ്ലസ് യു. അവ ഏറ്റെടുക്കപ്പെടുന്നു. കർത്താവ് ഏറ്റെടുക്കുകയാണ് കേട്ടോ. അത് ഏറ്റെടുക്കുകയാണ്. അനേക അസ്വസ്ഥതകൾ ശരീരത്തിൽ നിന്ന് വിട്ടുമാറും. അനേക അസ്വസ്ഥതകൾ ശരീരത്തിൽ നിന്ന് നീങ്ങി മാറും. അനേക ബന്ധനങ്ങൾ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു മാറും. അനേക കെട്ടുകൾ യേശുവിന്റെ ശക്തി ഇപ്പോൾ തന്നെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നു. ഇപ്പോൾ തന്നെ ചിലരോട് കർത്താവ് ഈ ഒരു കാര്യം പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. കരങ്ങൾ ഉയർത്തി നിന്ന് ശ്രദ്ധിച്ച്, ആ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ ശക്തി ഇന്ന് നമ്മുടെ നടുവിലേക്ക് നിമിഷം ഇറങ്ങുന്നു. ഹോരേബിൽ മോശയ്ക്ക് വേണ്ടിയ മുൾപ്പടർപ്പിൽ ഇറങ്ങിയതുപോലെ ഇന്ന് ദൈവം തൻ്റെ ആത്മാവിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് അവിടുത്തെ ശക്തി അവിടെ നയിക്കുമ്പോൾ അസാധാരണമായ ദൈവപ്രവർത്തികളും അസാധാരണമായ രോഗസൗഖ്യങ്ങളും അസാധാരണമായ അത്ഭുതങ്ങളും ഈ നിമിഷം നമ്മുടെ നടുവിൽ സംഭവിക്കുന്നു. വലിയ മഹത്വം നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശരീരത്തിന് മാത്രമല്ല, നിങ്ങളുടെ ജോലി സ്ഥലത്ത് മാത്രമല്ല, നിങ്ങൾക്കെതിരെ എഴുതി വിട്ട ചില വ്യക്തികളെ പോലും നിങ്ങൾക്ക് അനുകൂലമാക്കുന്ന രീതിയിൽ ദൈവത്തിന്റെ മഹാശക്തി നിങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം പ്രവർത്തിക്കുന്നു. ഏപ്രിൽ 30 ഇന്ന് നിങ്ങളുടെ വിടുതലിന്റെ ദിവസമാണ്. ഇന്ന് നിങ്ങളുടെ അത്ഭുതങ്ങളുടെ ദിവസമാണ്. ഇന്ന് നിങ്ങളുടെ അടയാളത്തിന്റെ ദിവസമാണ്. ടുഡേ ഈസ് എ ഡേ ഓഫ് യുവർ മിറക്കിൾ. ടുഡേ ഈസ് എ ഡേ ഓഫ് യുവർ ഹീലിംഗ്, യുവർ മിറക്കിൾ. ഒരു അടുത്ത ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കയറ്റിയ ഒരു ദിവസമാണ്. പറഞ്ഞ് Tetelestai, it is finished. Tetelestai, it is finished. നിങ്ങൾക്കെതിരെ ആരെങ്കിലും കൈ എഴുതി വിട്ടിട്ടുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ആ രൂപകളെല്ലാം ഫിനിഷ്ഡായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഓൺ ദ ക്രോസ്. അതിനകത്ത് വിടുതൽ വന്നു കഴിഞ്ഞു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഓൺ ദ ക്രോസ്. തട്ടമിട്ട ഒരു സഹോദരിയെ കർത്താവിന് സൗഖ്യമാക്കും. തട്ടമിട്ട ഒരു സഹോദരി, വേറെ വൈറ്റ് ഒരു ഹിജാബ് പോലത്തെ സംഭവമാണ് നിങ്ങൾ ധരിക്കുന്നത്. നിങ്ങൾ അവിചാരിതമായി കയറി നിങ്ങൾ ദൈവത്തോട് ഇങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ലോർഡ് ഈസ് ഹീലിംഗ് യു റൈറ്റ് നൗ. അസ്വസ്ഥതകൾ ഈ നിമിഷം സൗഖ്യമാക്കപ്പെടും. ദൈവത്തോട് പറഞ്ഞു, ചോദിച്ചു ദൈവത്തോട്, ദൈവമേ, ഈ അസ്വസ്ഥതകൾ ഞാൻ അനുഭവിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, ദൈവപുത്രനായ യേശു ഈ അസ്വസ്ഥതകളെ ക്രൂശിൽ ഏറ്റെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര വലിയ അസ്വസ്ഥതയാണെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അരൂപിയെ പരിപൂർണമായിട്ട് യേശു ക്രൂശിൽ നിരായുധമാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ അരൂപിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതെല്ലാം, അതിൽ ആ അരൂപികൾ ഇന്ന് പൂർണ്ണമായി നിങ്ങളുടെ രോഗം ഉള്ള ഭാഗത്തെ കരം വെച്ച് പറഞ്ഞു, എൻ്റെ വയറിനെ അസ്വസ്ഥപ്പെടുത്തുന്ന, മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന, ശരീരത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന അരൂപികളെ മുഴുവൻ യേശുവെ അങ്ങയുടെ കുരിശിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ദൈവശക്തി ഇപ്പോൾ വെളിപ്പെടുന്നതിനായി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. എല്ലാ അസ്വസ്ഥതകളും യേശുവിന്റെ നാമത്തിൽ പരിപൂർണമായി വിട്ടുപോകട്ടെ. യേശുവിനെ ലൂക്ക 10:19 വചനത്തിന്റെ അഭിഷേകം ഇപ്പോൾ വെളിപ്പെടുന്നതിനായി നന്ദി പറഞ്ഞു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി നടക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇങ്ങനെ അധരം തുറന്ന് പറഞ്ഞേ, ഒന്നും എന്നെ ഉപദ്രവിക്കുകയില്ല. എൻ്റെ യേശു എനിക്ക് അനുകൂലമായിട്ടുണ്ട്. Tetelestai, it is finished. Tetelestai, it is finished. ആ അസ്വസ്ഥതകൾ ഫിനിഷ്ഡാണ്. Tetelestai പരിപൂർണമായി സൗഖ്യമാക്കപ്പെട്ടിരിക്കും. 100 ആൾക്കാർ ഇപ്പോൾ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. മിനി പാപ്പച്ചൻ ധൈര്യമായിട്ട് ടൈപ്പ് ചെയ്തു, Tetelestai. അധരം തുറന്ന് പറഞ്ഞ്, യേശുവിൻ്റെ മക്കൾ പറഞ്ഞ്, ഈശോയുടെ മക്കൾ പറഞ്ഞ്, ഈശോ ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ ഈ ഭൂമി, പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടു. അതേ ദൈവം ഈ ഭൂമിയിൽ വന്ന് പറഞ്ഞ ഏറ്റവും പവർഫുള്ളായ വേർഡാണ് യോഹന്നാൻ 19:30. ഇതാ ഞാൻ സകലതും നിവൃത്തിയാക്കി. അവൻ ഹോളി മാസ്, ഹോളി കമ്മ്യൂണിയനായി, പരിശുദ്ധ കുർബാനയായി തീർന്ന നിമിഷം അവൻ പറയുകയാണ്, ഞാൻ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സാത്താൻ നിന്റെ മേലുള്ള സകല ക്ലെയിമിനെയും അവൻ ഫിനിഷ് ചെയ്തു. അതിനുശേഷം യേശു പറയുകയാണ്, സുവിശേഷ ലോകമെങ്ങും പ്രസംഗിക്കണം. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും. ഈ വചനത്തിന്റെ ശക്തിയാണ്. മർക്കോസ് 16 അധ്യായത്തിന്റെ അഭിഷേകത്തിനാണ്, യേശുവിന്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ശക്തിയാണ്
പിശാചുകൾ, ഡിഫറെൻറ്റ് സ്പിരിറ്റ്സുകൾ ഈ നിമിഷം ബഹിഷ്കരിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയോട് ചേർന്ന് എല്ലാ അഭിഷിക്തരോടും ചേർന്ന് നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ഡെലിവറൻസ് ഈ കൂട്ടായ്മകളിൽ ഇപ്പോൾ വെളിപ്പെടുന്നതിനായി നന്ദി പറയുന്നു കർത്താവ്. വലിയ ഡെലിവറൻസ് സംഭവിക്കുന്നു കേട്ടോ. ശരീരത്തിൽ നിന്ന് ദുഷ്ടാരൂപികൾ വിട്ടുപോകുന്നു. അതുപോലെ തന്നെ ഇവിടെ എഴുതപ്പെടുന്ന നിയോഗങ്ങളിലേക്ക് ദൈവത്തിന് വലിയ കരുണ വെളിപ്പെടുകയാണ്. എഫേസസ് 5:20 വചനത്തിൻ്റെ ശക്തി. എപ്പോഴും എല്ലാറ്റിനും കർത്താവായ യേശുവിന് പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കും, നന്ദി പറഞ്ഞു തുടങ്ങി. ഇന്ന് നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്തതിനായിട്ട് നന്ദി പറഞ്ഞ് യേശുവെ നന്ദി എന്ന് പറഞ്ഞ്. രോഗം സൗഖ്യമായതിനായി നന്ദി, ക്യാൻസർ സൗഖ്യമായതിനായി നന്ദി, ട്യൂമർ സൗഖ്യമായതിനായി നന്ദി, വയറുവേദന സൗഖ്യമായതിനായി നന്ദി, സാമ്പത്തിക ഭാരം എടുത്തു മാറ്റി അവിടെ വലിയ ഫിനാൻഷ്യൽ ഡെലിവറൻസ് തന്നതിനായി നന്ദി. മനോജ് ഫെലിക്സ് അതിരം തുറന്ന് പറഞ്ഞ ഹല്ലേലൂയ യേശുവെ നന്ദി. ഇന്ന് ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് മനോജ് ബ്രദറിനായി ദൈവം പ്രവർത്തിച്ചതിനായി നന്ദി. സോജനായി ദൈവം പ്രവർത്തിച്ചതിനായി നന്ദി. താരാ വിനോദിനായി ദൈവം പ്രവർത്തിച്ചതിനായി നന്ദി. ആഷ്ലി ഗ്രീൻ ഹിൽസിനായി പ്രവർത്തിച്ചതിനായി നന്ദി. ആഷ്ലി ഗ്രീൻ ഹിൽസ് പറയും, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഈശോ മതി. യെസ്, ഈശോ മതി. ഈശോയുടെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ ആഷ്ലി ഗ്രീൻ ഹിൽസിനെ ഈശോ സ്വന്തമാക്കിയത്. ആ സ്വന്തമാക്കിയ യേശുവിൻ്റെ ശരീരത്തിൽ ആഷ്ലി ഗ്രീൻ ഹിൽസ് അനുരഞ്ജിപ്പിക്കപ്പെട്ടിരിക്കുക. കൊളോസസ് 1:22. യേശുവിൻ്റെ ശരീരത്തിനകത്ത് യേശു ഇങ്ങനെ ചേർത്ത് വെച്ചു ആ പരിഹാര ബലിയിൽ. ഇനി ടെറ്റലസ്റ്റായി എന്ന് ആഷ്ലി ഗ്രീൻ ഹിൽസ് പറയുമ്പോൾ അത് യേശു യോഹന്നാൻ 19:30 പറഞ്ഞ വാക്കിനെ വിശ്വാസത്തോടെ ഈ ഭൂമിയിൽ ആഷ്ലി ഈ കൂട്ടായ്മയിൽ ഓരോ മക്കളും അധരം തുറന്ന് പറയുമ്പോൾ സുനോജ് വി അബ്രാഹാം ധൈര്യമായിട്ട് പറഞ്ഞു, യേശു എനിക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞു. യേശുവിലുള്ള ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് ടെറ്റലസ്റ്റായി എന്ന് പറഞ്ഞു. എന്നിട്ട് മക്കളില്ലാതെ ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. യേശുവിൻ്റെ നാമത്തിൽ സുനോജ് വി അബ്രാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് അത്ഭുതം സംഭവിക്കട്ടെ. പ്രാർത്ഥിച്ചു തുടങ്ങിയ സുനോജ് ആയിരങ്ങൾക്ക് അത്ഭുത കാരണമായി മാറാൻ വേണ്ടി പോവുകയാണ് നമ്മളെല്ലാവരും. കുഞ്ഞുമോൾ ജോൺസൺ മകളുടെ ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ച് ഇതേ ഭാരത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ടെറ്റലസ്റ്റായി എന്ന് പറഞ്ഞ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഓൺ ദ ക്രോസ്. എനിക്ക് വേണ്ടി യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു, പ്രവർത്തിച്ചു കഴിഞ്ഞു. അത്ഭുതം നടന്നു കഴിഞ്ഞു. യെസ്, ആ സൗഖ്യം സംഭവിച്ചു കഴിഞ്ഞു. ആ ദൈവിക ഇടപെടൽ നടന്ന് സംഭവിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയിൽ വലിയ സൗഖ്യത്തിൻ്റെ അഭിഷേകം വെളിപ്പെട്ടതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞു. എല്ലാ അസ്വസ്ഥതകളെയും കാറ്റിനെയും കടലിനെ ശാന്തമാക്കിയ യേശുവിൻ്റെ അത്ഭുത ശക്തി, ഉയർന്നിരുന്ന എല്ലാ കാറ്റുകളും പ്രതികൂല കോളുകളും അവർ ശാന്തമാക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവെ അങ്ങയുടെ കരങ്ങളിലേക്ക് എല്ലാ മക്കളെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഇപ്പോൾ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുള്ള സകല മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷം ഒന്ന് കരം നീട്ടിക്കുക. നമുക്ക് പരസ്പരം അനുഗ്രഹിക്കാം. ഇന്ന് ഈ കൂട്ടായ്മയിൽ ദൈവിക നിയോഗപ്രകാരം സ്വർഗം ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്ന ഓരോ മക്കളിലേക്കും ഇന്ന് ഞങ്ങളുടെ നടുവിലേക്ക് പെയ്തിറങ്ങപ്പെടുന്ന ആ വലിയ അഭിഷേകം മാരിക്കായി നന്ദി പറയുന്നത്. ഫയർ അനോയിറ്റിങ്ങിനായി നന്ദി പറയും. ഐ ക്യാൻ ഫീൽ ദ ഫയർ അനോയിറ്റിങ്. എനിക്കറിയാം എത്ര പേർക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. മഴ പെയ്യുന്നത് പോലെ കർത്താവിൻ്റെ ഫയർ അനോയിറ്റിങ് നമ്മുടെ മുറികളിലേക്ക് നിന്ന് ഇറങ്ങി നിൽക്കുക. ഫയർ അനോയിറ്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. തീ അഭിഷേകം വ്യാപരിക്കുന്നു. അനേക സ്ഥലങ്ങളിൽ സ്വർഗത്തിൻ്റെ തീ അഭിഷേകം വ്യാപരിക്കുന്നു. ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്നു. ഇരുണ്ട അവസ്ഥകളിലേക്ക് തീ വെളിപ്പെടുകയാണ്. കത്തിച്ചാമ്പലാക്കുന്ന രീതിയിൽ, പൈശാചിക ശക്തികളെ കത്തിച്ച് ചാമ്പലാക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ മഹാശക്തി നിമിഷം നമ്മുടെ ഇടയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. മൈറ്റി ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് മൂവിങ് ഇൻ അവർ മിഡ്സ്റ്റ്. പിതാവാം ദൈവത്തിൻ്റെ വലിയ സ്നേഹം കൊണ്ട് ഓരോ മക്കളെ പൊതിഞ്ഞു പിടിക്കണം. പരസ്പരം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. നസറായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്നെ കാണുന്ന ഈ സഹോദരൻ, ഈ സഹോദരി പരസ്പരം ഒന്ന് അനുഗ്രഹിച്ച സഹോദരങ്ങൾ യേശുവിൻ്റെ നാമത്തിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ. മനസ്സിൽ ക്ലാരിറ്റി ഉണ്ടാകട്ടെ. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ നെഗറ്റിവിറ്റികളും ഈ ദിവസങ്ങളിൽ നാളുകളിലുള്ള ദോഷങ്ങളെല്ലാം നീങ്ങി മാറട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ. കൂടുതൽ പ്രശോഭിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഫിനിഷ്ഡ് വർക്കിൻ്റെ ഗ്രേസിൽ പറന്നുയരുന്ന ആ കൃപ പിതാവിന്ന് പകരുന്നതിനായി നന്ദി പറയും. ഏപ്രിൽ മാസം 30, 2026 മിറക്കിൾ മന്ത്. ഈ മന്തിൻ്റെ അവസാന ദിവസം അത്ഭുതങ്ങളോടുകൂടി ചില കാര്യങ്ങളെ ദൈവം തീർപ്പ് കൽപ്പിച്ചു. മെയ് മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവ് ഒരു പ്രോഫസി നൽകുകയാണ്. ഇറ്റ് ഈസ് ദ മന്ത് യു ആർ ഗോയിങ് ടു ഫ്ലൈ അപ്പ് ഹയർ. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ഇന്ന് ആ ശക്തിയാണ് ഈ മാസത്തിന് അവസാനം കർത്താവ് പകരുന്നത്. പറന്നുയരുവാനുള്ള ശക്തി. നമുക്ക് എവിടെ നിന്ന് ശക്തി കിട്ടുന്നത്? യേശുവിൻ്റെ കുരിശിനെ പൂർത്തീകരിച്ച പ്രവൃത്തിയിലൂടെ. ഈസ് ഗിവിങ് us that anointing to fly up higher. നിന്റെ സ്വപ്നങ്ങളുടെ മേൽ പിശാചിട്ടിരുന്ന കല്ലുകൾ ഉരുണ്ട് മാറ്റപ്പെടും.
3 ദിവസമാണ് യേശുവിനെ ആ കല്ലറകളിൽ ഒതുക്കി നിർത്തുവാൻ പറ്റിയത്. 3-ാം ദിവസം അവൻ ആ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. ആ കല്ലറകളെ ഭേദിച്ച യേശുവിൻ്റെ അഭിഷേകം ഇത് നമ്മുടെ ജീവിതത്തിൽ ഇതാ വെളിപ്പെടും. കല്ലറകളെ ഭേദിക്കുന്ന ഒരു അഭിഷേകം, കല്ലറകളെ ഭേദിക്കുന്ന അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. താമസിച്ച് ജോയിൻ ചെയ്തവർ തുടക്കം മുതൽ പ്രാർത്ഥിക്കണം കേട്ടോ. 3-5-2026 മറിയാമ്മ വർഗീസ് അത്ഭുതം കാണാൻ പ്രാർത്ഥിക്കണേ. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു, തുടർന്നും പ്രാർത്ഥിക്കും. നമ്മൾ അത്ഭുതങ്ങളെ കാണും. കാരണം ഇന്നത്തെ ശുശ്രൂഷയിൽ ഉടനീളം ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ വെളിപ്പെട്ടു. സ്നേഹിക്കുന്നവരെ മറികടന്ന് അവൻ പോകത്തില്ല കേട്ടോ. മഗ്ദല മറിയം യേശുവിനെ കാണണം എന്നുള്ളൊരൊറ്റ ആഗ്രഹത്തിൽ കർത്താവിൻ്റെ കല്ലറയ്ക്ക് അരികിൽ വന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൽ ആൾക്കാർ പലതും പറഞ്ഞു കാണും, നിനക്ക് വല്ല ആവശ്യമുണ്ടോ? അന്നത്തെ കാലത്ത് യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് അത്ഭുതങ്ങൾ സ്വീകരിച്ച ഒരുപാട് പേരുണ്ട്. അവരാരും പോയില്ല, പക്ഷെ ഒരാൾ പോയി, മഗ്ദല മറിയം. ആ മറിയത്തിൻ്റെ ഉള്ളിൽ സ്നേഹമായിരുന്നു. യേശുവിൻ്റെ ശരീരം ഒന്നുകൂടെ കാണണം എന്നുള്ള വലിയൊരു ആഗ്രഹം. നാട്ടുകാർ കളിയാക്കി, ഇവക്കിതിന് വല്ല ആവശ്യമുണ്ട്? പോലീസിന് അറസ്റ്റ് ചെയ്യുക, ജയിലിൽ അടയ്ക്കപ്പെടാം, മരണം വരെ സംഭവിക്കും. പക്ഷെ ആള് യേശുവിനെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ ആ കല്ലറയ്ക്ക് അരികിൽ പോയിരുന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുക. അവിടെ നോക്കിയപ്പോൾ യേശുവിൻ്റെ ശരീരം കാണാൻ പറ്റുന്നില്ല. പക്ഷെ കർത്താവ് ഉദ്ധാനം ചെയ്ത യേശു അതിൽ നടന്നു പോകുമ്പോൾ തോട്ടക്കാരനാന്ന് ചിന്തിച്ചുകൊണ്ട് മഗ്ദല മറിയം ചോദിക്കുകയാണ്, നീ അവൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോയെങ്കിൽ എനിക്ക് വിട്ടുതരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോകാം. മഗ്ദല മറിയത്തിന് കർത്താവിനുള്ള സ്നേഹവും ഓർത്തു നോക്കിയ ഒരു സ്ത്രീ പറയുക, സാധാരണ സ്ത്രീ പറയുക, ഞാൻ ചുമന്നുകൊണ്ട് പൊക്കോളാം യേശുവിൻ്റെ ശരീരം. എന്നൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ യേശുവാ വലുത്. നാട്ടുകാരും വീട്ടുകാരും ലോകത്തുള്ള സകല മനുഷ്യരും കല്ലെറിഞ്ഞ് വ്യഭിചാരണി എന്ന് പറഞ്ഞ് മുദ്ര കുത്തി കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് മുൻപ് എന്നെ രക്ഷിച്ച എൻ്റെ യേശു, ആ യേശുവിന് വേണ്ടി ഞാൻ എന്ത് സഹിക്കുമെന്ന് പറഞ്ഞ ആളവിടെ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, യേശു വിളിക്കുക മറിയം. ബൈബിളിൽ ഒരു സ്ഥലത്താണ് ദൈവത്തെ ഒരാൾ തടഞ്ഞു നിർത്തുന്നത് നമ്മൾ കാണുന്നത്. അത് സ്നേഹത്തിൻ്റെ മുൻപിൽ, മറിയത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ ഉദ്ധാനം ചെയ്ത് യേശു അവിടെ സ്റ്റോപ്പാവുക. മറിയം വിളിക്കുക, നിന്റെ പേര് വിളിക്കുക. ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. പക്ഷെ നിന്നെ യേശു അറിയും. നിന്റെ ഹൃദയത്തിൻ്റെ വിഷമങ്ങളെ യേശു മനസ്സിലാക്കും. നിന്റെ നൊമ്പരങ്ങളെ യേശുവിനെ അറിയും. നിന്റെ ദുഃഖങ്ങളെ യേശുവിനെ അറിയും. ചിലപ്പോൾ മദ്യപിക്കുകയും ലോകത്തിൻ്റെതായ രീതിയിലൊക്കെ വീണുപോയൊരു വ്യക്തിയായിരിക്കും. പക്ഷെ യേശു നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്ന്. കർത്താവ് നിന്നെ ഇപ്പോഴും ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയാണ്. സ്നേഹകുതിയനാണ് യേശു. ആ യേശുവിൻ്റെ സ്നേഹത്തെ, ആ സ്നേഹത്തിന് ഒരു സ്റ്റെപ്പ് നീ വെച്ചാൽ ഉണ്ടല്ലോ, കർത്താവ് നിനക്ക് വേണ്ടി 10 സ്റ്റെപ്പ്. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ധൂർത്തപുത്രൻ്റെ ഒരു സ്റ്റെപ്പ് വെച്ചപ്പോൾ ധൂർത്തപുത്രൻ്റെ അപ്പൻ, ധൂർത്തമായി സ്നേഹിക്കുന്ന അപ്പൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് നിർത്താതെ ആ മകനെ ചുംബിച്ചു. ആ ചുംബിച്ച അപ്പൻ്റെ സ്നേഹം എത്രമാത്രം ഒന്ന് ഓർത്ത് നോക്കി. അപ്പോൾ നിനക്കെതിരെ പാപം ചെയ്തു, സ്വർഗത്തിനെതിരെ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചുകൊണ്ടാണ് അപ്പനെ കാണാൻ പോകുന്നത്. ഒരു കാര്യമേ പറയാൻ സംഭവിച്ചുള്ളൂ, അപ്പോൾ നിനക്കും സ്വർഗത്തിനെതിരെ പാപം ചെയ്തു. ബാക്കിയൊന്നും വായിക്കാൻ പോലും സംഭവിച്ചില്ല. അപ്പനങ്ങ് കെട്ടിപ്പിടിച്ച് നിർത്താതെ ചുംബിക്കുകയാണ്. ഇന്ന് ഈ കൂട്ടായ്മയിൽ യാദൃച്ഛികമായിട്ട് യേശുവിൻ്റെ ഈ പ്രാർത്ഥനയിലേക്ക് കയറി വന്ന ചില വ്യക്തികളുണ്ട്. നിങ്ങൾക്ക് യേശു തരുന്ന സന്ദേശം ഇത്ര മാത്രം, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. നിന്നെ യേശു സ്നേഹിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നിന്നെ കർത്താവ് കെട്ടിപ്പിടിച്ച് നിർത്താതെ ചുംബിക്കുകയാണ്. കർത്താവിന് നിന്നോടുള്ള സ്നേഹം എത്ര മാത്രമാണെന്നറിയാം. ബാഴ്സലോണ ഒളിമ്പിക്സിൽ നമ്മൾ പണ്ടൊരു കാര്യം കണ്ടിട്ട്, ഒരു മകൻ അന്നത്തെ ഏറ്റവും വിജയപ്രതീക്ഷയുണ്ടായിരുന്ന അത്ലറ്റ് മുടന്തി ഓടുവാണ്, ഹാംസ്ട്രിങ് വന്നിട്ട് ഓടാൻ പറ്റുന്നില്ല. ബാരിക്കേഡുകളെ തകർത്ത് ഒരപ്പൻ ഓടി വന്ന് ആ മകൻ്റെ ഒരു കൈയിട്ട് തോളലോട്ട് എടുത്തിട്ടിട്ട് ആ മകനെ റേസ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ചു. അന്ന് ആ സ്റ്റേഡിയം മുഴുവൻ ഉള്ള ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് ഗോൾഡും സിൽവറും മെഡൽ കിട്ടിയവരെക്കാളും വലിയ കയ്യടി, നിർത്താത്ത കരഘോഷം ഈ അപ്പനും മകനും കൊടുത്തു. നിന്റെ വേദനകളിൽ, നിനക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്, തളരുന്ന സമയത്ത്, ഒറ്റപ്പെടുന്ന സമയത്ത് നിനക്ക് വേണ്ടി ഓടിക്കടന്നു വരുന്ന ഒരു യേശുവുണ്ട്, ഒരപ്പനുണ്ട്. ആ അപ്പൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് കുരിശിൽ എന്നെ നീതീകരിക്കുന്നതിന് വേണ്ടി, എന്നെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, എൻ്റെ രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി ഈ അപ്പൻ വലിയൊരു വില കൊടുത്തു. അത് മുഴുവൻ കൊടുത്തതിന് ശേഷം അപ്പനൊരു വാക്ക് പറഞ്ഞു, ടെറ്റലസ്റ്റായി, നീ ദീർഘായുസോടുകൂടി ജീവിക്കും. ടെറ്റലസ്റ്റായി, നിന്റെ രോഗങ്ങൾ സൗഖ്യമാകും. ടെറ്റലസ്റ്റായി, നിന്റെ ആത്മാവിന് മോക്ഷം ലഭിക്കും. ടെറ്റലസ്റ്റായി, നീ നീതീകരിക്കപ്പെടുന്നു.
ടെറ്റലസ്റ്റായി നിന്റെ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറുന്നു. ടെറ്റലസ്റ്റായി നിന്റെ എല്ലാ കടഭാരങ്ങളും നീങ്ങി മാറുന്നു. ടെറ്റലസ്റ്റായി നിന്റെ എല്ലാ അസുഖങ്ങളും സൗഖ്യമാകുന്നു. ടെറ്റലസ്റ്റായി നിന്റെ കൊളസ്ട്രോളുകൾ നേരെയാകുന്നു. ടെറ്റലസ്റ്റായി നിന്റെ ശരീരത്തിന് അസ്വസ്ഥതകൾ നീങ്ങി മാറുന്നു. ടെറ്റലസ്റ്റായി നിന്റെ പ്രഷർ നോർമലാകുന്നു. ടെറ്റലസ്റ്റായി നിന്റെ അസ്വസ്ഥതകൾ, ശരീരഭാഗങ്ങളിലെ അസ്വസ്ഥതകൾ, ഗ്യാസ് ട്രബിളുകൾ, ബോഡി പെയിനുകൾ, ബാക്ക് ഏക്കുകൾ സൗഖ്യമാകുന്നു. ടെറ്റലസ്റ്റായി വയറുവേദന സൗഖ്യമാകുന്നു. ടെറ്റലസ്റ്റായി ട്യൂമറുകൾ അപ്രത്യക്ഷമാകുന്നു. ടെറ്റലസ്റ്റായി നിന്റെ സകല അസ്വസ്ഥതകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നു, ഡെലിവർ ആകുന്നു. ടെറ്റലസ്റ്റായി നിനക്കെതിരെയുള്ള എല്ലാ കേസുകളും ഇൻവെസ്റ്റിഗേഷനുകളും ക്യാൻസലാകുന്നു. നിനക്കെതിരെയുള്ള എല്ലാ പിശാചിന്റെ പ്രവർത്തികളും യേശുവിന്റെ നാമത്തിൽ ലൂക്ക 10:19, കൊളോസസ് 2:14-15 വചനത്തിന് അഭിഷേകത്തിന് നീങ്ങി മാറും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കരം പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നമ്മളെല്ലാവരുടെ ജീവിതത്തിൽ അനേക നാളായി കടന്നു പോകുന്ന വിഷയങ്ങളിലേക്ക് വിടുതലുകൾ ഒരു ഡോർ തുറക്കുന്നത് പോലെ മെയ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതൊരു അത്ഭുതത്തിന്റെ മന്തായി തീരുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരും ഇന്ന് ശുശ്രൂഷ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് വചനം തുറന്ന് ഇന്ന് കേട്ട വചനം അല്ലെങ്കിൽ യേശുവിന്റെ സന്നിധി വരുന്ന ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കണം കേട്ടോ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപയും സമാധാനവും നമ്മളെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും. ആമേൻ. സകല വിശുദ്ധരുടെ സാന്നിധ്യം, അതായത് കർത്താവിന്റെ നിറഞ്ഞ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. അമ്മ മാതാവിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. സകല അനുഗ്രഹങ്ങളും നിങ്ങളോട് കൂടെയുണ്ട്, ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു.